بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجزاء سيئة سيئة مثلها، فمن عفا وأصلح فأجره على الله، إنه لا يحب الظالمين. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل. إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق، أولئك لهم عذاب أليم. ولمن صبر وغفر إن ذلك لمن عزم الأمور. ومن يضلل الله فما له من ولي من بعده. فترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل. وتراهم يعرضون عليها خاشعين من الذل ينظرون من طرف خفي. وقال الذين آمنوا إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة، ألا إن الظالمين في عذاب مقيم. وما كان لهم من أولياء ينصرونهم من دون الله، ومن يضلل الله فما له من سبيل. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر، للمرتجي لا سيما أهل الفقر. ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر. بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. ബഹുമാന്യരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സൂറത്തു ശൂറയിൽ അല്ലാഹുവിങ്കൽ എന്നെന്നും നിലനിൽക്കുന്ന അതിമഹത്തായ
പ്രതിഫലം ലഭിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് അല്ലാഹു തആല 5 വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞു. ആ 5 ഹ്രസ്വമായ രീതിയിൽ ഇന്നലെ നാം പറഞ്ഞു. അവസാനം വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ, അക്രമം വന്നു കഴിഞ്ഞാൽ അതിനെ മാന്യമായി പ്രതിരോധിക്കുന്നവരാണവർ. പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികാരം തീർക്കുന്നവരാണവർ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അങ്ങനെ ഒരു പ്രതികാരം തീർക്കുമ്പോൾ അവർക്കുള്ള സ്ഥാനവും ബഹുമാനവും ഒന്നും കുറയുന്നില്ലെങ്കിലും അതിനേക്കാൾ ഉചിതവും ഉത്തമവുമായ ശൈലി തൊട്ടുടനെ അല്ലാഹു പഠിപ്പിക്കുന്നു. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഒരു തിന്മയുടെ പ്രതിഫലം സയ്യിഅത്തും മിസ്ലുഹാ, അതുപോലെയുള്ള ഒരു തിന്മയാണ്. അതുപോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറെയാകാൻ പറ്റൂല, അങ്ങനെ തന്നെയാകണം. ചിലതൊന്നും പകരമായി പറയാൻ പറ്റാത്തതാണ്. ഉദാഹരണമായി ഖുർആൻ പണ്ഡിതർ പറയുന്നു, ഒരാള് മറ്റൊരാളെ യാ സാനി എന്ന് വിളിച്ചു എന്ന് കരുതുക. അതൊരു ഖദ്ഫിന്റെ ഭാഷയാണ്. അവിഹിതമായ ബന്ധം ആരോപിക്കുന്ന ഈ ഒരു ഭാഷ അറബിയിലാകട്ടെ അല്ലാതെയാകട്ടെ വിളിച്ചാൽ തിരിച്ചു വിളിക്കാവതല്ല. തിരിച്ചു വിളിച്ചാൽ രണ്ടുപേരും ഒരുപോലെ അള്ളാഹുവിന്റെ ഹദ്ദിന് അർഹരായി. അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് പറഞ്ഞത് കളവാണെങ്കിൽ തിരിച്ചതേ രൂപത്തിൽ കള്ളം പറയാവതല്ല. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു നിലക്കും യാഥാർത്ഥ്യമല്ലാത്ത വലിയ കളവാണെങ്കിലും ഇയാൾ പ്രതികരിക്കാത്തത് കൊണ്ട് ആളുകൾ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് ധരിക്കുമ്പോൾ പകരം പിന്നീട് സത്യാവസ്ഥ വെളിവാക്കി കൊടുക്കണം. അല്ലാത്ത വാക്കുകളിലും മറ്റുമാണ് ഈ പറഞ്ഞ രൂപത്തിൽ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഒരു തിന്മക്ക് അതുപോലെയുള്ള ഒരു തിന്മ പ്രതിഫലമായി നൽകുകയാണ്. അപ്പോ ഇങ്ങോട്ട് പറയുന്നത് തിരിച്ചങ്ങോട്ട് പറയുന്നതിനെ പറ്റിയും അല്ലാഹു ഇവിടെ സയ്യിഅത്ത് എന്ന് പറഞ്ഞല്ലോ. ആദ്യം ഒരാൾ പറയുന്നത് തിന്മ തന്നെ, അയാളാണല്ലോ തുടങ്ങുന്നത്. രണ്ടാമത്തതും എങ്ങനെ തിന്മയാകും? അത് പറഞ്ഞതിന് പകരല്ലേ പറയുന്നത്. എന്നാലും തിരിച്ചു പറയുമ്പോൾ കേൾക്കുന്നവൻ അതുകൊണ്ട് ഒരു മോശത്തരണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയും സയ്യിഅത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങോട്ട് പറയുന്നതിന് പകരമായി അങ്ങോട്ടും പറയുക, അവിടെ തന്നെ മിസ്ലുഹ, അതുപോലോത്ത എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് വഫീഹി തംബീഹുൻ അലാ ഹിർമത്തി തഅദ്ദി, പരിധി ലംഘിക്കൽ നിഷിദ്ധമാണ് എന്ന് ഉണർത്താനാണ് അല്ലാഹു അങ്ങനെ പഠിപ്പിച്ചത്. ഏറെ പറയരുത്. നമ്മുടെ അവകാശം നമ്മൾ മുതലാക്കിയെടുത്ത് ഇഷ്ടം പോലെ പറയുക എന്നതാകരുത്. അതല്ലല്ലോ നീതി. എന്നാൽ ഇതിനേക്കാൾ, ഇതൊരു അവകാശമാണെങ്കിൽ ഇതിനേക്കാൾ അഭികാമ്യം ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ഒന്നും പറയാതെ തെറ്റുകാരനോട് വിട്ടുവീഴ്ച ചെയ്ത് വഅസ്ലഹ, അവർ തമ്മിൽ രജ്ഞിപ്പിന് ശ്രമം നടത്തുകയും ചെയ്താൽ, പിണങ്ങുകയല്ല, ഐക്യത്തിന് യോജിപ്പിന് ശ്രമം നടത്തുകയും ചെയ്താൽ
ഫഅജ്റുഹു അലല്ലാഹ്. ആ പ്രതികരിക്കാത്ത മനുഷ്യനുള്ള കൂലി അല്ലാഹു തആല നൽകും. അലല്ലാഹ് എന്ന് പറയുന്നത് ഒരു വലിയ വാഗ്ദാനമാണ്. ഏറ്റെടുത്തുകൊണ്ട് പറയുന്ന ഒരു വാക്കാണല്ലോ അലല്ലാഹ്. നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുമ്പോഴും പറയും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു തആലയാണ് ഈ പറയുന്നത് ഫഅജ്റുഹു അലല്ലാഹ്. അതിന്റെ അർത്ഥം അവനുള്ള കൂലി നിങ്ങൾ ആരും കണക്കാക്കിയാൽ എത്തൂല, അത് ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. എത്രയാണ് അല്ലാഹു തആല ഈ നൽകുന്ന വാഗ്ദാനത്തിന്റെ വലുപ്പം, എത്രയാണ് അതിന്റെ വ്യാപ്തി, അതാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫഅജ്റുഹു അലല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്ത് പിണങ്ങാതെ സുൽഹിലായി ഐക്യത്തിലായി അവനാ പറഞ്ഞതിന് മാപ്പ് കൊടുത്ത് അവനോട് സാരമില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല, നീ നിന്റെ ദേഷ്യം കൊണ്ടും എന്തൊക്കെയോ അറിവില്ലായ്മ കൊണ്ടും പറഞ്ഞതാണ് എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ അവനെ കൂടി നന്നാക്കുന്ന ഒരു സ്വഭാവം അതിലുണ്ട്. ഇവിടെയാണ് ഖുർആൻ പണ്ഡിതർ ഏറെ ഉദാഹരണങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അക്രമം ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. രണ്ട് തരത്തിൽ അക്രമം വരും. ഒന്ന്, തിന്മ തുടങ്ങുന്നവൻ, മറ്റൊരാളോട് പറഞ്ഞു തുടങ്ങുന്നവൻ, അവൻ സത്യത്തിൽ ളാലിമാണ്. രണ്ടാമത്, പ്രതികരിക്കുമ്പോൾ പരിധി ലംഘിക്കുന്നവനും ളാലിമാണ്. ഒരു നാട്ടിൽ എവിടുന്നെങ്കിലും കളവ് നടത്തിയ ഒരാളെ പിടികൂടിയാൽ ഒരുപക്ഷെ പിടിച്ച ദേഷ്യം കൊണ്ട് പിടിച്ച ആളൊന്ന് അടിച്ചെന്ന് വരും. അതാ ദേഷ്യം കൊണ്ടാണ് അയാളങ്ങനെ കടന്നുപോയതിന്റെ പേര്. പക്ഷെ പിന്നെ എല്ലാവരും വന്ന് അയാളെ അടിച്ചു പെരുമാറാൻ പറ്റൂല. അയാൾ അങ്ങനെ ഒരു ദുസ്വഭാവിയായി എന്നതിന്റെ പേരിൽ തീർത്തും അയാളെ പരിക്ക് പറ്റിച്ച് പാതി ജീവനോടെ വിടണം എന്നൊന്നൊരു തത്വമൊന്നുമില്ല. അതൊക്കെ ദുൽമാണ്, അക്രമമാണ്, ചെയ്യാൻ പാടില്ല, ശരീഅത്ത് അനുവദിക്കുന്നില്ല. നിയമപരമായിട്ട് അയാളെ ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിക്കുകയും നഷ്ടപ്പെട്ടത് തിരിച്ചു വാങ്ങുകയും ചെയ്യും. അതേ സമയത്ത് അയാൾക്ക് വേണ്ട, അയാൾക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത പരിക്കുകളൊക്കെ വരുത്തി സത്യത്തിൽ അയാൾ ഒരു നിരപരാധിയാണെങ്കിൽ, സംശയത്തിന്റെ പേരിലാണ് പിടിക്കപ്പെട്ട് നിരപരാധിയാണെങ്കിൽ, ആ നിരപരാധിയുടെ കണ്ണിൽ നിന്ന് ഉറ്റിവീഴുന്ന കണ്ണുനീർ, അയാളെ മനസ്സിന്റെ അലിവോടെ നാവുകൊണ്ടൊന്നുമെങ്കിലെങ്കിലും അള്ളാഹുവിലേക്ക് മന്ത്രിക്കുന്ന മന്ത്രങ്ങൾ, അതിന് പെടുന്നനെ ഉത്തരം ലഭിക്കും. പിന്നീടാണ് ചെയ്തവർക്കൊക്കെ അറിയുന്നത് അയാൾ സത്യത്തിൽ നിരപരാധിയാണ്, പിടിക്കപ്പെടേണ്ട ആള് വേറെയാണ് എന്ന് ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞതിനും ഈ തല്ലിയതിനും ഇനി എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? മുമ്പ് അരീക്കോട് എത്തുന്ന കുറച്ച് മുമ്പായിട്ട് രാത്രിയിൽ ഇങ്ങനെ കള്ളന്മാരെ ശല്യം പേപ്പറിൽ വന്നിരുന്നു. അപ്പോ ആളുകൾ കാവൽ നിന്ന്, ആളുകൾ പലരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ കാവൽ നിന്ന്, നാട്ടിലെ കുറച്ച് ആളുകൾ. അപ്പൊ ദൂരം എവിടുന്നോ വരുന്ന സാധുക്കള് വണ്ടിക്ക് എന്തോ ഒരു ഒച്ച കൂടുതലായതുകൊണ്ട് അവർ നിർത്തി നോക്കുകയായിരുന്നു. പിന്നെ കിട്ടിയാടി മുഴുവനും അവർക്കാണ്. അവരല്ലാതെ ഇവർ സമ്മതിക്കണ്ടേ? പുതിരെ തല്ലി ആ സാധുക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കി. പിന്നെ അവസാനം അവർ പോലീസിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒത്തുതീർപ്പാക്കേണ്ടി വന്നു. അവരൊരു യാത്രക്കാരാണ്, അവർക്കറിയില്ലല്ലോ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. വണ്ടിക്ക് എന്തോ ഒരു ശബ്ദമാറ്റം കണ്ടപ്പോൾ നിർത്തി ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇത് ഞാനൊരു ഉദാഹരണം വന്നതാ, റിപ്പോർട്ട് വന്നതാ. അങ്ങനെയാകുമ്പോ അതാണ് അള്ളാഹു പറഞ്ഞു ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അത് വലിയ അക്രമമാണ്, സഹിക്കാൻ പറ്റൂല, അത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല.
വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. ആക്രമിക്കപ്പെട്ട ശേഷം പ്രതികാരം വീട്ടിയവൻ അവൻ വീട്ടേണ്ടതുപോലെ പറയേണ്ടതുപോലെ പറഞ്ഞു, ചെയ്യേണ്ടതുപോലെ ചെയ്തു. എന്നാൽ പിന്നെ അവനെ പിടികൂടാനോ ആക്ഷേപിക്കാനോ വകുപ്പില്ല. ഒരാളെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ ഒരു അടി അടിച്ചപ്പോ അയാൾ അങ്ങോട്ടൊരു അടി കൊടുത്തു, അപ്പൊ അത് റെഡിയായി. അവര് കൊടുത്തവര് പിന്നെ അത് ഒരാൾ കൊടുത്തതും മറ്റാൾ കിട്ടിയത് രണ്ടു സമായി പിരിഞ്ഞല്ലോ. പിന്നെ അവരെ പിടികൂടിയിട്ട് ശിക്ഷിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് കുറ്റക്കാരാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം അവര് തമ്മിലുള്ള തീർന്നു. പിന്നെ അതിന്റെ പേരിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലും ഒരു കാര്യമില്ല. കുറ്റപ്പെടുത്തേണ്ടതും പിടികൂടേണ്ടതും ആരെയാണ്? ഇപ്പോഴും സമൂഹത്തിൽ പിടികൂടപ്പെടേണ്ടത് ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ വയബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ശരിക്ക് ശിക്ഷിക്കേണ്ടതും പിടികൂടേണ്ടതും ജനങ്ങളെ ആക്രമിക്കുന്ന ആളുകളെയാണ്. അവർ രക്ഷപ്പെടാൻ പാടില്ല. വയബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഭൂമിയിൽ അവരഹങ്കരിക്കുന്നു, ധിക്കാരം പ്രവർത്തിക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ബിഗൈരിൽ ഹഖ്, ഒരാവശ്യമില്ല. ആളുകളുടെ സമ്പത്ത് നശിപ്പിക്കുക, ജനങ്ങളെ കവർ ചെയ്യുക, പേടിപ്പിക്കുക. നിങ്ങൾ വായിച്ചില്ലേ, വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോവുക. അതൊക്കെ അക്രമമാണ്, വലിയ അക്രമമാണ്. സ്വസ്ഥമായി നാട്ടിലൂടെ നടക്കാനും ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ പിടികൂടുകയും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയും വേണം. ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ വയബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. യഥാർത്ഥത്തിൽ പിടികൂടേണ്ടതും ശിക്ഷിക്കേണ്ടതും കുറ്റം ചുമത്തേണ്ടതും അല്ലദീന യദ്ലിമൂന അന്നാസ്, ജനങ്ങളെ അക്രമം ചെയ്യുന്ന, ആളുകളെ കൊന്നുകളയുന്ന, പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് അവരുടെ സ്വത്ത് അപഹരിക്കുന്ന ആളുകളെയാണ്. അവരെ പിടികൂടണം. അതിന് നല്ല മാർഗങ്ങൾ ഉണ്ടാക്കണം. അതിനാളുകളെ നിശ്ചയിക്കണം. അവര് ശല്യം ചെയ്യുന്നവരാണ്, ധിക്കാരം പ്രവർത്തിക്കുന്നവരാണ്. ഉലൈക ലഹും അദാബുൻ അലീം. ഈ അക്രമവും അന്യായവും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല വേദനിപ്പിക്കുന്ന ശിക്ഷ നൽകുന്നുണ്ട്. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ശല്യം ചെയ്ത ആളോട് സഹിച്ച് പ്രതികാരമൊന്നും വീട്ടാതെ പൊറുത്ത് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നൊരു മനസ്സ്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് നല്ല നിശ്ചയദാർഢ്യത്തിന്റെ പേരിലാണ്. നല്ല ഉറപ്പും നല്ല അഫുവും ചെയ്യാനുള്ള കഴിവ് ആ മനുഷ്യൻ അല്ലാഹു തആല നൽകിയതുകൊണ്ടാണ് ഒന്നും പറയാതെ സ്വബർ ചെയ്ത് പൊറുത്തു കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ പ്രതികരിക്കാനുള്ളൊരവസ്ഥ വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന ആയത്ത് തെളിവെടുത്തുകൊണ്ട് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായി മനുഷ്യൻ മൊത്തത്തിൽ മൂന്നവസ്ഥയിലാണല്ലോ മനുഷ്യന്റെ അവസ്ഥ. ഖുർആൻ അത് പഠിപ്പിച്ചു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇവിടെയും അല്ലാഹു അത് പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്ന് നിലവാരത്തിലാണ് മനുഷ്യന്മാരുള്ളത്. ആര്? ഈ ഖുർആനിന്റെ വക്താക്കൾ തന്നെ. അല്ലാഹു പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. നമ്മുടെ ഈ മഹത്തായ ഖുർആൻ, ഈ വേദഗ്രന്ഥം നമ്മുടെ അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം അനന്തരമായി നൽകി. അവർക്ക് ഓരോ കാലവും ഓരോ കാലത്തുള്ള ആളുകൾ അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. അവരുടെ കൂട്ടത്തിൽ അക്രമം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ വമിൻഹും മുഖ്തസിദ്, നീതി പാലിച്ചുകൊണ്ട് എല്ലാ സംഗതികളിലും മിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. നന്മകൾ കൊണ്ട് മുന്നേറുന്ന,
നന്മകളിൽ മുൻതൂക്കമുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു തിന്മക്ക് അതുപോലത്തൊരു തിന്മ പ്രതിഫലമായി കൊടുക്കുക എന്നത് നീതിയാണ്. അതാണ് മധ്യനിലപാട്. ഫമിൻഹും മുഖ്തസിദ്, മിതമായ നിലപാടുള്ള സ്വഭാവം. സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നോട്ട് കുതിക്കുന്നവർ എന്ന് പറഞ്ഞവരാരാണ്? അവരാണ് ഫമൻ അഫാ വ അസ്ലഹ ഫാജ്റുഹു അലല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്ത് നല്ല രജ്ഞിപ്പോടെ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ. അള്ളാഹു തൊട്ടുടനെ പറഞ്ഞു ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അങ്ങനെ ഒരു വിഭാഗം അക്രമം ചെയ്ത് ജീവിക്കുന്നവർ, സ്വന്തത്തോടും മറ്റുള്ളവരോടൊക്കെ. അപ്പൊ ഈ മൂന്ന് നിലവാരമുള്ള ആളുകളുണ്ടെങ്കിലും അല്ലാഹു തആല അതിൽ കൂടുതൽ ഉയർത്തിപ്പറഞ്ഞത്, കൂടുതൽ മഹത്വപ്പെടുത്തി പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്. പ്രതികരിക്കാനുള്ള അവകാശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെല്ലാവരും ഒരുമിച്ചുകൂടി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു കൊണ്ടുവന്നു. അവര് ഫാത്തിമ ബീവിയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒരു കാര്യം പോയി പറയണം, ഉപ്പയോടൊരു കാര്യം പോയി പറയണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സെലക്ട് ചെയ്യാൻ കാരണം, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് പരിഹാരം ലഭിക്കും. എന്താ പറയേണ്ടതെന്ന് അറിയാം. ആയിഷ ബീവിയെ പോലെ അവരെയും സ്നേഹിക്കണം. ഹുബ്ബ് എല്ലാവരോടും ഒരുപോലെ ആയിക്കില്ല. അത് ബാപ്പ ഉമ്മാർക്ക് മക്കളിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ല. എന്നാലും താല്പര്യം, നല്ല സ്വഭാവവും സംസ്കാരവും കൊണ്ട് ചിലരോട് കൂടുതലുണ്ടാകും. അതൊരു കുറവൊന്നുമല്ല. മുമ്പേ അങ്ങനല്ലേ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരും പറഞ്ഞില്ലേ, യൂസുഫ് ആഹൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മൾ 10 ആളുണ്ടായിട്ട് നമ്മളെക്കാളും ബാപ്പക്ക് ഇഷ്ടം യൂസുഫ് നബിയോടും സഹോദരൻ ബിന്യാമീനോടും. അത് ചില നല്ല സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും പേരിൽ അങ്ങനെ വരും. പക്ഷെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് ചെറിയ പ്രായമാണെങ്കിലും മറ്റു മഹദിമാരെക്കാൾ ഒരുപാട് മഹത്വം അല്ലാഹു തആല തന്നെ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ മഹത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്താകുന്ന സമയത്ത്, തങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ. അവിടുത്തെ ഹയാത്ത് കാലത്ത് 2 ഭാര്യമാർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഈ ഭാര്യമാരിൽ ഒരു ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ വഹി ഇറങ്ങിയത് ആകെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കുമ്പോൾ. ആ വീട്ടിലുമാണ്. അതുകൊണ്ട് തന്നെ ആ വീടിന് ഇന്നും പരിശുദ്ധിയുണ്ട്. ഇന്നും അതങ്ങനെ നിലനിൽക്കുകയാണ്. ബാക്കിയുള്ള വീടുകളൊക്കെ പള്ളിയോട് ചേർന്ന് പോയി പള്ളിയിലാണ് ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു മഹത്വം ആ വീട് അവിടെ നിലനിൽക്കുന്നതിലൂടെ അല്ലാഹു തആല നിലനിർത്താൻ തീരുമാനിച്ചു. ആ വീട്ടിലാണ്, ആ മഹദിയോടൊപ്പം കഴിയുമ്പോഴാണ് വഹി ഇറങ്ങിയത് എന്നത് ഒരു സവിശേഷത. മറ്റു ധാരാളമുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾക്ക് വലിയൊരു ഹുബ്ബാണ്. അത് എല്ലാവരോടും ഒരുപോലെയാകണം എന്ന് പറയാനാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിടുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചെന്നു. വഹുവ മഅ ആയിഷത ഫീ മിർതിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോടൊപ്പം ഒരു പുതപ്പും പുതച്ചിങ്ങനെ കിടക്കുകയാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് അവര് പറഞ്ഞ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രതികരണം, തുഹിബ്ബീനനി, ഫാത്തിമ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതേ, നഅം, ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഫഅഹിബ്ബിഹാ, ആയിഷ ബീവിയെയും നീ ഇഷ്ടപ്പെട്ടോ? ആയിഷ ബീവിയെയും നീ നന്നായി സ്നേഹിച്ചോ? ഇതുകൊണ്ട് ആ സഹോദരന്മാരെ, എല്ലാ വിഷയത്തിലും ഖസ്മ് പറഞ്ഞിട്ടുണ്ട് ദീന്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ചെലവ് കൊടുക്കുന്നിടത്തും നിൽക്കുന്നിടത്തും
താമസം കൊടുക്കുന്നിടത്തും മക്കൾക്ക് കൊടുക്കുന്നിടത്തും ഒക്കെ സമത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന്റെ മൈലാൻ, ശരീരത്തിന്റെ ചായ്വ് അതിൽ സമപ്പെടുത്താൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യനിൽ അത് ഒരു രൂപത്തിലാകാൻ കഴിയില്ല, മാറ്റമുണ്ടാകും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചോ എന്ന് തങ്ങൾ പറഞ്ഞു വിട്ടു. വേറെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ആയിഷ ബീവിയെ സ്നേഹിച്ചോളുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി മനസ്സിലായി, തിരിച്ചു വന്നു. അവരൊക്കെ കാത്തിരിക്കാൻ മക്കളെ എന്ത് പറഞ്ഞു? ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, ലം തസ്നഈ ശൈഅൻ, നിങ്ങൾ പോയിട്ടൊരു കാര്യം നടന്നില്ലല്ലോ, നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ ഞങ്ങളെ വിഷയം പറഞ്ഞു, അവിടുന്ന് ഉത്തരം കിട്ടി, അതോട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ രണ്ടാമതും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്നുകൂടി ആക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. അപ്പോൾ പിന്നെ അവർ തെരഞ്ഞെടുത്തു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഈ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ കൂടുതൽ ത്യാഗം ചെയ്ത് ജീവിച്ച മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലം അറ ഖത്തു ഇംറഅതൻ ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ്. ദീനിൽ സൈനബ് ബീവിയേക്കാൾ നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല നിലക്ക് ദീനീ ചിട്ടയോടെ ജീവിക്കുന്ന ആയിഷ ബീവിന്റെ അടുത്ത് വലിയ സ്ഥാനം സൈനബ് ബീവിക്കുണ്ട്. അതുകൂടി കണക്കാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പോയാൽ മതി, നിങ്ങൾ പോയാല് ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ ആയിഷ ബീവിന്റെ വിധങ്ങളൊക്കെ കാര്യം അംഗീകരിക്കും. അങ്ങനെ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, ഇന്ന നിസാഅക യസ്അൽനകൽ അദ്ല ഫീ ബിൻതി ബിനി അബി ഖുഹാഫ. ഓ നബിയേ, മറ്റു ഭാര്യമാരെല്ലാവരും തങ്ങളോട് ആവശ്യപ്പെടുന്നു, അബൂ ഖുഹാഫയുടെ മകന്റെ മകൾ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയിൽ തങ്ങൾ നീതി പുലർത്തണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇടയിൽ ഉള്ള മഹബത്ത് ഒരുപോലെയാക്കണം. ഹദിയ വരുന്ന വിഷയത്തിലും അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. 9 വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാത്രി താമസിക്കും, പകലുണ്ടാവും. പക്ഷെ ആളുകൾ ഹദിയ, പാലോ ഈത്തപ്പഴോ വസ്ത്രമോ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മാത്രമേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാവർക്കും കൊടുക്കും, ഒന്നും എടുത്തു വെക്കും, ഒരു സംഗതി എടുത്തു വെക്കും, എല്ലാവർക്കും ഉടനെ കൊടുക്കും. ഇന്നെത്തിയാൽ നാളെ വരെ കാത്തിരിക്കില്ല, ഒന്നെ കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. ആ ഒരു പ്രകൃതം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരത്തെ ഉണ്ട്. എടുത്തു വെക്കുന്ന പരിപാടിയില്ല. പക്ഷെ അവര് പറഞ്ഞു അത് അങ്ങനെ ശരിയാവില്ല, ഹദിയ ഓരോ വീട്ടിലേക്കും കൊണ്ടുവരട്ടെ, ഒരു വീട്ടിൽ മാത്രാക്കണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തുഅദീനി ഫീ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഇടങ്ങേറാക്കരുത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഓരോ നന്മ കണ്ട് വിവാഹം കഴിച്ചതാണ്. ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ ഓർഡറാണ്. അത് പ്രകാരമാണ് ഞാൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഇടങ്ങേറാക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞു. മറ്റു ഭാര്യമാരെ അംഗീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം അവർ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോൾ രണ്ടാമത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണല്ലോ ഫാത്തിമ ബീവിക്ക് ശേഷം വന്നത്. മഹബത്തിൽ ഒന്ന് സമത്വം വേണമെന്ന് പറയാനാ വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നിങ്ങളവിടെ കിടക്കേണ്ട ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതിരുന്നപ്പോ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നേരെ ആയിഷ ബീവിന്റെ നേർക്ക് തിരിഞ്ഞു. ആയിഷ ബീവിയോട് 1-2 കാര്യങ്ങൾ ഗൗരവത്തിൽ സംസാരിച്ചു. സംസാരം നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തുടങ്ങി. സ്വാഭാവികമായിട്ടുണ്ടാകും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത അസഭ്യം പറയില്ല, ഒരു ഗൗരവത്തിൽ കാര്യം പറയുന്നു, തിരിച്ചിങ്ങോട്ടും മറുപടി പറയുന്നു, അങ്ങോട്ടും പറയുന്നു, ഇങ്ങോട്ടും പറയുന്നു. അങ്ങനെ നേരെന്നെ സിദ്ക്കന്നെ പറയുന്നത്, ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, കുറച്ച് സ്ട്രോങ്ങിലുണ്ടാകും, തമാശ അല്ലല്ലോ പറയുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചപ്പോൾ അവസാനം സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറച്ചിൽ നിർത്തി. മറുപടി കിട്ടുന്നില്ല. അപ്പൊ മറുപടി കിട്ടാതിരുന്നപ്പോ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ തങ്ങൾ ആംഗ്യം കാണിച്ചിരുന്നു, ഇക്കോളി മറുപടി ഒന്നും പറയണ്ട, ഒന്നും കൂടുതൽ പറയണ്ട എന്ന് ആംഗ്യം കാണിച്ചിരുന്നു.
നിർത്താതിരുന്നപ്പോഴാണ് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരെ തിരിഞ്ഞതും ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോ തങ്ങൾ പറഞ്ഞു ഫന്തസ്വിരി. അതാണ് അള്ളാഹു ഇവിടെയും പറഞ്ഞ വാക്കതാണ്, വല്ലദീന ഇദാ അസാബഹുമുൽ ബഗ്യുഹും യന്തസിറൂൻ. അക്രമമായിട്ട് എന്തെങ്കിലും വന്നാൽ പ്രതികരിക്കും, വെറുതെ ഇരിക്കൂല എന്ന് പറഞ്ഞു, പ്രതികരിക്കും. അപ്പൊ നിങ്ങൾ പ്രതികരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ടൊന്ന് പ്രതികരിച്ചപ്പോ പിന്നെ അപ്പുറത്തുനിന്ന് മറുപടി ഇല്ലാതെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരാന്നറിയോ? ഇന്നഹാ ഇബ്നതു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. ഇതേ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പുത്രിയാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണിത്. വലിയ മഹത്വവും നിങ്ങളിൽ കൂടുതൽ ഗ്രാഹ്യശക്തിയും സംസാര വൈഭവവും ഉയർന്ന പാണ്ഡിത്യവും ഈ മഹദിക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. തിരിച്ചുപോയി. ഇതുകൊണ്ട് അവർക്കിടയിൽ പിണക്കൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഒരു സംസാരം കഴിഞ്ഞ് കാലകാലം മുതൽ അങ്ങനൊന്നുമില്ല. പറയേണ്ട വിഷയങ്ങൾ അപ്പോൾ പറയും, പിന്നീട് ബാക്കിയുള്ള പിന്നെയും പറയും. അതുകൊണ്ട് അസാരസ്യങ്ങളോ പിണക്കങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. ഇതിൽ സഭ്യേതര വാക്കുകളും അവർ സംസാരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരാണ്, വിശുദ്ധിയുണ്ട്. പറയുമ്പോ കുറച്ച് ഉക്കൂട്ടി പറയും, കാരണം അത് അങ്ങനെയാണല്ലോ അതിന്റെ സ്വഭാവം. ഇല്ലാത്തത് പറയൂല, കള്ളം പറയൂല, ആരും കേൾക്കാൻ കഴിയാത്ത ഭാഷ പറയൂല, ഒന്നും പറയൂല. ഇത് പ്രതികരണത്തിന്റെ ശൈലിയാണ്. അങ്ങനെയുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്, ഇതിനും ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്, പഠിപ്പിക്കാനാണത്. അതുകൊണ്ടാണ് ഖുർആൻ മുഫസ്സിറുകൾ, ഇമാം ഖുർത്തുബി തങ്ങളടക്കമുള്ള മഹാന്മാര് പറഞ്ഞു, ഈ ആയത്തിൽ നിന്ന് തെളിവെടുത്തിട്ട് വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ എന്ന ആയത്തിൽ നിന്ന് തെളിവെടുത്തിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. എന്താണത്? ഒരു മനുഷ്യൻ തന്നെ ചതിച്ചു, തന്നെ അറിയാതെ തന്നെ പറ്റിച്ചുപോയ ഒരുത്തന്റെ സ്വത്തിൽ നിന്ന് തന്നെ എത്രയാണോ പറ്റിച്ചത് തിരിച്ചെടുക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. ഒരാൾ മറ്റൊരാളെ പറ്റിച്ചു, സാമ്പത്തികമായി പറ്റിച്ചു. എന്നാൽ അയാൾ പറ്റിച്ചതിന്റെ അളവനുസരിച്ച് അയാൾ അറിയാതെ തന്നെ അയാളെ സമ്പത്തിൽ നിന്ന് എടുക്കാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് അതിന് തെളിവ് പറയുന്നത് അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ് ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ, നിങ്ങൾക്കറിയാമല്ലോ അബൂ സുഫിയാനെ പറ്റി, നല്ല ആരോഗ്യവാനാണ്, പക്ഷേ റജുലുൻ ഷഹീ, ആവശ്യത്തിന് തരൂല, ആവശ്യത്തിന് കാശ് ചോദിച്ചാൽ തരൂല, ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, ആവശ്യത്തിന് തരൂല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു സ്വഭാവം. അത് വേണ്ട, അത് വേണ്ട വിഷയം തന്നെയാണ്, പക്ഷെ സമ്മതിക്കൂല. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ ഇല്ലാഞ്ഞിട്ടാന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഷുഹ്, ഒരു പിശുക്ക്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പാകത്തിന് മതിയായത് നിങ്ങൾ എടുത്തോടെ, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനാട്ടോ. ഓരോ ദിവസവും അങ്ങനെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് 100ന്റെ നോട്ട് അങ്ങനെ വലിച്ചു വെക്കാന്നല്ല ഇതിന് പറഞ്ഞതിന്റെ അർത്ഥവും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നല്ല വേല അവസാനം കൊണ്ട് 2 ദിവസം കൂടി വേദറിപ്പിക്കണം, ഇങ്ങനെയാണെങ്കിലും കുറച്ച് കാശുണ്ടാകുള്ളൂ സഹോദരിമാര് ധരിക്കണം. ആവശ്യത്തിനാണ്. ഇതിന്റെ പുറമെ പിന്നെയും 2, 3, 4 ഡസൻ വള വാങ്ങാനല്ല, ആവശ്യത്തിന്. ഭക്ഷണം കഴിക്കാനും അന്നത്തെ ആവശ്യത്തിനും എന്താണ് വേണ്ടത് അവിടെയും തങ്ങൾ പറഞ്ഞു ബിൽ മഅറൂഫ്, പരിധി കവിഞ്ഞെടുക്കരുത്, പാകത്തിനെടുക്കണം. അത് തരാത്തത് കൊണ്ടാണ്. അതുപോലൊരു അവകാശമാണ് ഇസ്ലാം നൽകുന്നത്. നിങ്ങൾ നോക്കി, ഇതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് അബൂ സുഫിയാൻ അനുവാദമല്ലാതെയാണ്. സ്വത്തോടെ വീട്ടിൽ കൊടുന്നോക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ആവശ്യമുള്ളത്. ഇതൊരു 100 രൂപ നോക്കട്ടെ, എന്തിനാ നിങ്ങൾ ഏതായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും, നിങ്ങൾക്ക് പുറത്തുനിന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം. എന്നാ ഇതിലെ മീൻകാരൻ പോകുമ്പോൾ മത്തിയെങ്കിലും മത്തി കഴിക്കണ്ട. മത്തി കഴിച്ചാൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും അസുഖം വന്നാലും. അതുകൊണ്ട് അതാ അവിടെ ഉണ്ട് നല്ല പച്ചക്കറികൾ നമ്മൾ തോട്ടത്തിൽ ഓരോന്നോരോ ദിവസം ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പൊ ഒരു താല്പര്യം ഉണ്ടാവില്ല. അദ്ദേഹം പുറത്തുനിന്ന് എന്താ കഴിക്കുന്നത്, അദ്ദേഹം പുറത്തുനിന്ന് എന്താണോ ആവശ്യപ്പെട്ടത്, എത്ര വിലയാണോ നോക്കാതെ അങ്ങനെ കഴിക്കും.
ഇവരാവശ്യപ്പെടുന്ന ഒരു 19 രൂപക്ക് 100 രൂപക്ക് ഒരു മത്തി വാങ്ങാൻ കൊടുക്കൂലെങ്കിൽ പിന്നെ പ്രശ്നം ആക്കണ്ട. ഇവരവിടെ കൊടുത്തു നോക്കുമ്പോ ഒരു 100 രൂപ കാണുന്നില്ല, അത് ഞാൻ അടുത്തന്നെ ഇന്നലെ മത്തിയുണ്ട്, പ്രശ്നമൊന്നും ആക്കണ്ട. അതൊരു അവകാശമാണ്. ഇതെന്തിനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചത്? അത് ഹദീസിന്റെ ഒരു പിൻബലമാണ്. ഒരാളെ പറ്റിച്ചു വേറൊരാൾ സാമ്പത്തികമായിട്ട്, അയാളെ സ്വത്ത് എവിടെ ഉണ്ട് എന്ന് ഇയാൾക്കറിയാം, അയാൾ അറിയാതെ തന്നെ അതിന്റെ അളവനുസരിച്ച് തിരിച്ചിങ്ങോട്ട് എടുക്കാം. അപ്പൊ ഉസ്താദേ അതൊരു പറ്റിക്കലല്ലേ? എന്നാ നേരത്തെയും പറയണ്ടേ, ഒരാൾ ചീത്ത പറഞ്ഞപ്പോ തിരിച്ചങ്ങോട്ട് പറയുമ്പോ അതും ചീത്തയല്ലേ? അല്ല, അത് തിരിച്ചൊരു പ്രതികരണമാണ്. ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു യാ മൽഊൻ എന്ന് വിളിച്ചു, അപ്പൊ തിരിച്ചങ്ങോട്ടും യാ മൽഊൻ എന്ന് വിളിച്ചു, ശപിക്കപ്പെട്ടവനെ. അപ്പൊ തിരിച്ചങ്ങോട്ടും യാ മൽഊൻ, ശപിക്കപ്പെട്ടവനെ. അതൊരു അവകാശം എന്നതുപോലെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ വല്ല വഞ്ചനയും നടത്തിയാൽ മറ്റേയാള് അറിയാതെ തന്നെ, ഇവിടെ അറിയാതല്ലേ എടുത്തത്, അതുകൊണ്ടല്ലേ വഞ്ചന ചതിയായി മാറിയത്. അപ്പൊ തിരിച്ചു അയാൾക്കുണ്ട് അങ്ങനെ ഒരു അവകാശം ഇസ്ലാം കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കാം. അപ്പൊ ചിലപ്പോഴൊക്കെ ചില ആളുകൾ അങ്ങനെ ഇത് വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് തിരിച്ചു വിളിക്കും. പറ്റിച്ചു പോകുന്നതാണ്, ഏതോ ഒരു കഫീലിനെ പറ്റിച്ചു പോകുന്നതാണ്. അപ്പൊ കഫീല് സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി, അർജന്റായിട്ട് വരണം, ഇവിടെ ആളില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇയാൾ ഞങ്ങോട്ട് പോകാനാവില്ല നിർത്തിയത്, പിടിക്കപ്പെടുമെന്ന് എഴുതിയിട്ട്. പക്ഷെ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഇയാൾ അറിയാതെ തന്നെ മറ്റാൾ അറിഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് അയാൾ അക്കൗണ്ട് അവിടെ വാങ്ങിവെച്ചു, അതിന്റെ കടലാസിന്റെ രേഖ മൊത്തം, നാട്ടിലുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. എത്രയാണോ ഇയാൾ ഇവിടുന്ന് എടുത്തത് അതിന്റെ കണക്കനുസരിച്ച് അയാളും വലിച്ചു. ശേഷം അയാളോട് പറഞ്ഞതാ, ഈ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് കൊണ്ടേക്കോളി. ഖിയാനത്ത്, ചതി നടത്താൻ പാടില്ല. ചതി നടത്തിയാൽ ഇസ്ലാം അങ്ങനെ അവകാശം. ഒരാളെന്നും ഇങ്ങനെ ചതിക്കപ്പെടാം, മറ്റാളെന്നും ഇങ്ങനെ കൊണ്ടുപോകുക, അതിൽ വല്ല അർത്ഥമുണ്ടോ? അതിനൊരു അർത്ഥമില്ല. അപ്പൊ ഒരാൾ നിന്നെ ആ രൂപത്തിൽ പറ്റിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷേ അതിനേക്കാളും വലുത് ഒരു പക്ഷേ സാധിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ വേറെ വല്ല ബുദ്ധിമുട്ടും വന്നാലോ, ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. കഴിവുണ്ട് പ്രതികരിക്കാൻ, പക്ഷേ ഇപ്പോൾ അതിന് തുനിയുന്നില്ല. പിന്നെ എന്തിനാ തുനിയുന്നത്? മാപ്പ് കൊടുക്കാനാണ് തുനിയുന്നത്. പ്രതികരിക്കാനുള്ള കഴിവുണ്ട്, എതിർക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിക്കാൻ വേണ്ടി ഹുദൈബിയ സന്ധി നടന്ന വർഷം 80 ആളുകൾ ഒളിഞ്ഞു വന്നല്ലോ തൻഈമിന്റെ മലയിലൂടെ, മലയുടെ അപ്പുറത്തുകൂടെ. നല്ലവണ്ണം ചതിയിൽ വകവരുത്തണമെന്ന് കരുതിയിട്ട് അവരെ അല്ലാഹുവിന്റെ റസൂൽ പിടികൂടി. അവരെ ശരിക്ക് വകവരുത്താനും ശിക്ഷിക്കാനും തങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു. സ്വഹാബത്തും എമ്പാടും കൂടെയുണ്ട്. പക്ഷേ അവരെ വിട്ടുകൊടുത്തു. അവര് പൊയ്ക്കോട്ടെ, ഒന്നും ചെയ്തില്ല. ഗൗറത്ത് എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങുമ്പോൾ തങ്ങൾ തൂക്കിയിട്ട വാളെടുത്തുകൊണ്ട് ഉണർത്തിക്കൊണ്ട് തങ്ങളെ പേടിപ്പിച്ചല്ലോ. ഊരിപ്പിടിച്ച വാളുമായി പേടിപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളെടുത്തിട്ടാണ് പേടിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തുണ്ട്. ആര് രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് യാതൊരു വിഷമവും കൂടാതെ പറഞ്ഞു, അല്ലാഹു രക്ഷപ്പെടുത്തും, അല്ലാഹു കാവൽ നൽകും. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മങ്ങ് കേട്ടപ്പോഴേക്ക് കൈ വിറച്ച് വാള് താഴെ വീണുപോയി. ആ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു. വിഷയങ്ങൾ ഉണ്ടാതൊക്കെ വിശദീകരിച്ചു. പക്ഷേ ആ മനുഷ്യനോട് ചോദിച്ചു, നിന്നാര് രക്ഷപ്പെടുത്തും? അയാള് പറഞ്ഞു, കുൻ ഖൈറ ആഖിർ, നിങ്ങൾ നല്ല നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അയാളെ വകവരുത്താനുള്ള കഴിവുണ്ട്. അയാൾ ചെയ്തതോ സയ്യത്തുമാണ്.
തങ്ങളെ വാളെടുത്തിട്ടല്ലേ തങ്ങളെ ഭീഷണിപ്പെടുത്തിയത്, ഉറക്കം കെടുത്തിയത്, അപമര്യാദയായി പെരുമാറിയത്. പക്ഷേ വിട്ടുകൊടുത്തു, പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിച്ചു. ലബീദ് ഇബ്നുൽ ആസം, യഹൂദിയായ ലബീദ് ഇബ്നുൽ ആസം തങ്ങൾക്ക് സിഹ്ർ ചെയ്തല്ലോ. കടുത്ത സിഹ്ർ, ചെറിയ സിഹ്റൊന്നുമല്ല. 6 മാസക്കാലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വിഷമങ്ങൾ അനുഭവിച്ചു. ചെറിയ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ നിസ്കാരമോ ദീനീ ഖിദ്മത്തിനോ ഒന്നും തകരാറ് വന്നില്ലെങ്കിലും നിത്യജീവിതത്തിൽ പാലിച്ചു പോരുന്ന ചില കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായോ എന്ന് തോന്നിപ്പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന തീന്മേശക്ക് ചുറ്റും ഇരിക്കും. വേണ്ട, കഴിച്ചു എന്ന് കരുതി തങ്ങൾ എഴുന്നേറ്റ് പോകും. നിസ്കാരത്തിനോ ദീനീ ദേവത്തിനോ ഒരു മാറ്റവും വന്നിട്ടില്ല. സഹോദരങ്ങളെ, ആ ലബീദ് ഇബ്നുൽ ആസമിന് തങ്ങൾ മാപ്പ് കൊടുത്തു. പിടികൂടാനും ശിക്ഷിക്കാനും വലിയ കഴിവുണ്ടായിരുന്നു. സ്വഹാബത്ത് വന്നു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവനെ കൊന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹു എനിക്ക് ശിവ തന്നല്ലോ, അതുകൊണ്ട് തിരിച്ചൊരു ഇടങ്ങേറുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെയല്ല മറ്റൊരു സ്ഥലത്ത് ആ സംഭവം ഉദ്ധരിച്ച് പറയുന്നുണ്ട്, സിഹ്ർ ചെയ്താൽ തിരിച്ച് സിഹ്ർ ചെയ്യാനും പാടില്ല എന്ന്. അതും പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സിഹ്ർ ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതിക്കോളും. അനുമാനമല്ല, തെറ്റിദ്ധാരണയല്ല പറയുന്നത്, ഊഹാപോഹമല്ല, ബോധ്യപ്പെട്ടു എന്ന് കരുതിക്കോളും. ശരിയായ വിധത്തിൽ തന്നെ ബോധ്യപ്പെട്ടാലും തിരിച്ചൊരു സിഹ്ർ ചെയ്യാവതല്ല. സബൂൽ മുബിഖാത്ത് കടുത്ത ദോഷങ്ങളിൽ പെട്ടതാണ്. പക്ഷേ അത് ബാത്തിലാകാനുള്ള പ്രതിവിധികൾ സ്വീകരിക്കാം. സിഹ്ർ ബാത്തിലാക്കാനുള്ള പ്രതിവിധിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഹ്ർ എങ്ങനെയാണ് അല്ലാഹു ബാത്തിലാക്കിയത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 2 സൂറത്തുകളും ഇറക്കി കൊടുത്തു. രണ്ടിലും കൂട്ടി നോക്കൂ, 11 ആയത്തുകളാണ്. എന്തേത് 11 ആയത്? ലബീദും അവന്റെ പെൺമക്കളും കൂടി ചെയ്തു വെച്ച സിഹ്റിൽ കെട്ടിവെച്ച കെട്ടുകൾ 11 എണ്ണമാണ്. എന്നങ്ങോദിയപ്പോൾ ഒരു കെട്ടഴിഞ്ഞു പോയി. 11ാമത്തെ ആയത്ത് ഓതിയപ്പോൾ മുഴുവനും ബാത്തിലായി പോയി. അടുത്ത സിഹ്റാണ് ചെയ്തത്. അതിനും അവൻ കൂലി വാങ്ങിയിട്ടുണ്ട് ജൂതരിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന ഒരു യഹൂദിയായ കുട്ടിയെ സ്വാധീനിച്ച് ആ കുട്ടിക്ക് ചില്ലിക്കാശ് കൊടുത്ത് തങ്ങളെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന നിലക്ക് കുറച്ച് കാശ് കൊടുത്തപ്പോൾ തങ്ങൾ ചീകുന്ന ചീർപ്പ് കിട്ടി. ആ ചീർപ്പിൽ, ഏത് ചീർപ്പിലും 1-2 രോമങ്ങൾ ഉണ്ടാകുമല്ലോ, അതെടുത്തുകൊണ്ടാണ് ഇവന്റെ സിഹ്റും പണിയും ഒക്കെ ഒപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ വലിയ കാവൽ കൊടുത്തത്. നിങ്ങൾ നോക്ക്, ആ യഹൂദിയായ ലബീദിനെ നബി തങ്ങൾ അഫൂ ചെയ്ത് വിട്ടുകൊടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിഷം പുരട്ടിയ സഹോദരി, ആ പെണ്ണ് മുറഹിബിന്റെ പെങ്ങളാണ്. ആ പെണ്ണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിഷം പുരട്ടി ഇറച്ചി കൊടുത്തത്. അതാ പെണ്ണ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തങ്ങൾ ആ പെണ്ണിനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ പെണ്ണിനൊരു വധശിക്ഷ നൽകാൻ വിധിക്കപ്പെട്ടു. കാരണം ആ പുരട്ടിയ വിഷം നിറച്ച ഇറച്ചിയിൽ നിന്ന് ബിശ്ർ ബിനുൽ ബറാ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു. മഹാനവറുകൾ മരണപ്പെട്ടുപോയി. ആ നിലക്കൊരു വധശിക്ഷ ആ പെണ്ണിന് കൊടുക്കേണ്ടി വന്നു. അതാ പേരില്ല, തങ്ങളെ എതിർത്ത് ഇങ്ങനെ ചെയ്തതിന്റെ പേരിലല്ല. അവിടൊക്കെ സ്വീകരിച്ച മാർഗം അഫുവിന്റെ മാർഗമാണ്. കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്, അഫുവിന്റെ മാർഗം. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. നാളെ ആഖിറത്തിലും ഇവിടെ ഖിസാസ് എടുക്കേണ്ട രംഗം വന്ന് ഖിസാസ് എടുക്കാതെ അക്രമികൾക്കിടയിൽ ഐക്യപ്പെടുത്തി അഫൂ ചെയ്തു പോയ ആളുകൾക്ക് ഫഅജ്റുഹു അലല്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ഇവിടെ അല്ലാഹു തആല അവർക്ക് സുഹൃതങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും. അവരാ നല്ല സ്വഭാവത്തിന്റെ പേരിൽ ആഖിറത്തിൽ അവരെ ദർജ കാണിച്ചു കൊടുക്കും. എങ്ങനെയാ ദർജ കാണിച്ചു കൊടുക്കാന്നറിയാം? മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന നേരത്ത് നാദാ മുനാദിൻ അയ്യുക്കും അഹ്ലുൽ ഫളിൽ, ഒരു വിളംബരപ്പെടുത്തുന്ന ആള് വിളിച്ചു പറയും, അയ്യുക്കും അഹ്ലുൽ ഫളിൽ, നിങ്ങളെ കൂട്ടത്തിൽ മഹത്തുക്കൾ ആരാണ്? മഹത്വമുള്ള മഹാന്മാര് ആരാണ്? അപ്പൊ കുറച്ചാളുകൾ ആ കൂട്ടത്തിൽ നിന്ന്, കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് കുറച്ചാളുകൾ എഴുന്നേറ്റ് പോകും.
അവരെഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ പറയും, ഇൻതലിഖൂ ഇലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. ഹിസാബില്ലാതെയാണ് ഈ പോകുന്നത്, വിചാരണയില്ലാതെയാ പോകുന്നത്. ഇവരൊക്കെ കടത്തിവിട്ട ശേഷമാണ് വിചാരണ നടക്കുന്നത്. ഇവർ പോകുന്ന വഴിക്ക് മലക്കുകൾ അവരെ വരവേൽക്കും. മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കാണ്. വിചാരണക്ക് മുമ്പാണോ? അതെ, വിചാരണക്ക് മുമ്പാണ്. ആരാ നിങ്ങള്? അഹ്ലുൽ ഫളിൽ, ഞങ്ങളാണ്. നേരത്തെ അനൗൺസ്മെന്റ് ചെയ്ത് വിളിച്ചില്ലേ? അഹ്ലുൽ ഫളിൽ എവിടെ? മഹത്വമുള്ളവരെവിടെയെന്ന് വിളിച്ചില്ലേ? അവർ ഞങ്ങളാണ്. ചോദിക്കുന്നു, അമാക്കാന ഫളുലുക്കും, നിങ്ങളെ മഹത്വം എന്താണ്? അവര് പറയുന്നു, കുന്നാ ഇദാ ജുഹില അലൈനാ ഹലിംനാ, ഞങ്ങളെപ്പറ്റി ആരെങ്കിലും വിവരക്കേട് വിളമ്പിയാൽ പ്രതികരിക്കാനോ ഒന്നിനും ഞങ്ങളില്ല, ഞങ്ങളത് സഹിക്കും. കുന്നാ ഇദാ ജഹില അലൈനാ ജുഹില അലൈനാ ഹലിംനാ, ആര് വിവരക്കേട് വിളമ്പിയാലും ഞങ്ങൾ സഹിക്കും, പ്രതികരിക്കാൻ ഞങ്ങൾ പോകൂല. വഇദാ ളുലിംനാ സബർനാ, തീർത്തും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാലോ ഞങ്ങൾ ക്ഷമിക്കും. വഇദാ സീഅ ഇലൈനാ അഫൗനാ, ഞങ്ങളോട് മര്യാദക്കേട് കാണിച്ചാൽ ഞങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കും. അതിനൊരു ചെറിയ മനസ്സ് പോരാ. നിങ്ങൾ നോക്കി, പെട്ടെന്ന് പ്രതികാരം വരുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം. അക്സറുന്നാസിന്റെ പെട്ടെന്ന് പ്രതികരിക്കാൻ, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അത് ചെറിയ കഴിവൊന്നുമല്ല. അല്ലാഹു തആല അതിന്റെ കൂലിയുടെ വലുപ്പം പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. എത്രയാണെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാളും മഹത്വമാണ് ഫഅജ്റുഹു അലല്ലാഹ് എന്ന വാക്ക്. അതാണ് ചില ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞത്, ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു തആല എത്രയാണ് കൂലി കൊടുക്കുക എന്നുള്ളത് അല്ലാഹു ഏറ്റെടുത്ത വിഷയമാണ്. നമുക്കത് കണക്കാക്കാൻ കഴിയില്ല, അത് കിട്ടുമെന്നുള്ളതോ ഉറപ്പാണ്. ആ കൂലി ഇങ്ങനെയാണ് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. കാരണം അവര് അഹ്ലുൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്ത മഹാന്മാരാണ്. പലരും എഴുതി, പ്രസംഗിച്ചു, നേർക്കുനേരെ കത്തെഴുതി, പല വിഷമങ്ങളും ഉണ്ടാക്കി. പക്ഷേ ഒന്നിനും നേർക്കുനേരെ പ്രതികരിക്കാനോ വിളിച്ച് ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നിനുമില്ലാതെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ജീവിക്കുന്നവരുണ്ട്. അക്രമങ്ങൾ നടത്തിയിട്ട് അത് സഹിച്ചു മുന്നോട്ട് പോകുന്നവരുണ്ട്. തിരിച്ച് അക്രമം ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല. ആരെങ്കിലും പേടിച്ചിട്ടാണോ? അല്ല. യജമാനനായ റബ്ബ് വാഗ്ദത്തം ചെയ്ത മഹത്തായ കൂലിയുണ്ടല്ലോ ആഖിറത്തിൽ, അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ സഹനം സഹിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഞാനൊരു ചെറിയ ഉദാഹരണമായിട്ട് പറയുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മഹത്വം പറഞ്ഞു കൊടുത്തത് ഉസ്താദായ ഷാഫി ഇമാം തങ്ങൾക്കാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ്. മഹാനവർകളെ ഒരു വിഷയത്തിന്റെ പേരിൽ 150 ആളുകളാണ് ചാട്ടവാറ് കൊണ്ടടിച്ചത്. ഒന്നും രണ്ടും ആളുകളല്ല, 150 ആളുകൾ. ഒരാൾ അടിച്ചാൽ തന്നെ കറ പോകാത്ത നമ്മുടെ മനസ്സ് ഒന്നുകൂടി കെട്ടയിച്ചുകൊണ്ട് വൃത്തിയാക്കാനാ ഞാനിത് പറയുന്നത്. എന്നോ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ 20 കൊല്ലം 30 കൊല്ലമായി ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ? എന്നോ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ ഇപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാതെ, അയാൾ അങ്ങനെ ചെയ്തു, ഞാനും അയാളെ പോലെയാകരുതല്ലോ എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ച കൊടുക്കാതെ ബലം പിടിച്ചു നിൽക്കുന്നവരുണ്ടോ? എന്നോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു ക്യാഷ് വാങ്ങിയിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ട് ഏതായാലും അയാൾ പറഞ്ഞതായിരിക്കും ശരി, അള്ളാഹു എനിക്കൊന്നും കുറച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതെ ഇന്നും ആ കണക്കിന്റെ പേരിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരങ്ങളുണ്ടോ, കൂട്ടുകാരുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ
റളിയല്ലാഹു അൻഹുവിനെ മാറി മാറി തല്ലിയത് 150 പേരാണ്. തല്ലുന്ന നേരത്ത് മഹാനവറുകളുടെ തുണിയങ്ങ് അഴിഞ്ഞു പോകാൻ തുടങ്ങി. രണ്ട് കൈയും പിറകോട്ട് ബന്ധഭദ്രമായി വലിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആരാണ് തുണി എടുത്തു കൊടുക്കുക? ജയിലിലുള്ള ആളുകൾ മുഴുവനും ശത്രുക്കളല്ലേ? അവർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സഹായിക്കാൻ വരുമോ? മഹാനവറുകൾ മേലോട്ട് കണ്ണിങ്ങനെ പൊക്കുന്നതാണ് അവർ കണ്ടത്. രണ്ട് കൺപോളകളും മേലോട്ട് ഉയർന്ന് ചുണ്ടൊന്ന് വിറക്കുന്നത് കണ്ടു. ഉടനെ ആരോ വന്ന് കെട്ടയിഞ്ഞു പോകുന്ന തുണി അങ്ങ് ബലമായി മുറുക്കി കെട്ടിയെടുത്തു കൊടുത്തുപോയി. പിന്നീട് ആ തുണി അഴിഞ്ഞിട്ടില്ല. ജയിൽവാസം കഴിഞ്ഞു പുറത്തു വന്ന മഹാൻ നിരപരാധിയായിട്ടാണ് മഹാനവറുകളെ വിധിക്കപ്പെട്ടത്. ഇത്രയും നേരം ശിക്ഷിച്ചത് പിന്നെന്തിനാണ്? ഇപ്പോഴും ഒരു പക്ഷേ നിരപരാധികൾ ഞാൻ ഈ ശബ്ദിക്കുമ്പോഴും പലയിടത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ടാകും. നിങ്ങൾ നോക്ക്, നിരപരാധിയായി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വാദവും മഹാനവറുകളുടെ വാദവും അവിടുത്തെ ആശയവും സത്യമായി അംഗീകരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ജനങ്ങളുടെ ചോദ്യം, അല്ല അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങളെ അടിച്ചവരെ പറ്റി എന്ത് പറയുന്നു? എന്തായിരിക്കും നമ്മുടെ മറുപടി? ആ കേസ് കൊടുത്തവനെ ഞാനൊന്ന് കാത്തിരിക്കുകയാണ്, ഒരു നേരം വരട്ടെ എന്നൊരു പക്ഷേ പറയൂലേ? അല്ലെങ്കിൽ അവനെ വേണ്ട, അവൻ ആശ്രയിക്കുന്നവന്റെ മകനുണ്ട്, അവനെ കൊടുത്തോളാന്ന് പറയൂലേ? അല്ലെങ്കിൽ അവരൊന്നും വേണ്ട, പ്രായമായി നിൽക്കുന്ന ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവരാരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് പണിയൊപ്പിക്കാമെന്ന് പറയൂലേ? മനുഷ്യൻ വിരോധത്തിന്റെയും ക്രൂരതയുടെയും മനസ്സ് മാത്രം മറച്ചു വെച്ച് നടക്കുമ്പോൾ ഇങ്ങനെയാണ് മറുപടി വരിക. അതേ സമയത്ത് വിട്ടുവീഴ്ച തിളങ്ങുന്ന മനസ്സ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരുടെ മറുപടി, എന്നെ അടിച്ചവരാരുണ്ടോ അവർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ, അതിൽ കുറച്ച് ബിദ്അത്തുകാരുണ്ട്, അവർക്ക് മാപ്പ് കൊടുക്കൂല. കുറച്ച് ബിദ്അത്തുകാരുണ്ട് അതില്, അവരുടെ കാരണമായിട്ടാണ് ഈ വിധത്തിൽ മഹാനവറുകളെ ശിക്ഷിക്കപ്പെട്ടത്. അവർക്ക് മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഞങ്ങളതൊരു വിരോധം കൊണ്ടല്ല മഹാനവറുകൾ വിശദീകരിച്ചു. അവരാ ബിദ്അത്തിൽ നിന്ന് രാജിയായി അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു വരട്ടെ, അവർക്കും മാപ്പ് കൊടുക്കാം. അപ്പൊ എന്തിനാണ് ഈ മാപ്പ് കൊടുക്കാതിരിക്കുന്നത്? അവർക്ക് നന്മക്കാൻ ഒരു ചെറിയ തിരിച്ചറിവുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് മടങ്ങാൻ വേണ്ടിയാണ്, വിരോധത്തിന്റെ പേരിലല്ല. അങ്ങനെയാണെങ്കിൽ 150 പേരെയും തിരിച്ചൊന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും ലോക്കപ്പിലിട്ടൊന്ന് ശിക്ഷിക്കാമല്ലോ. ആ മഹാപണ്ഡിതൻ അതിന് മുതിർന്നെന്നല്ലെന്ന് മാത്രമല്ല, പരസ്യമായി മാപ്പ് കൊടുത്തു. ആരെങ്കിലും സ്വാധീനിച്ചതിന്റെ പേരിൽ കൊടുത്ത മാപ്പാണോ? അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുമ്പോഴേക്ക് ഈ തീരുമാനം ഇങ്ങനെ പറയില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ആരോ റെക്കമെൻഡ് ചെയ്തതിന്റെ പേരിൽ കൊടുത്ത മാപ്പല്ല. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്തിട്ട് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ഫഅജ്റുഹു അലല്ലാഹ്. മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, 2-3 വർഷം മുമ്പ് നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വല്ല വാക്കും വക്കാണവുമായിട്ട് നമ്മളെ കൽവിൽ കുത്തി നിറച്ച് നടന്നാൽ ആത്മീയമായ പരിവേഷവും മുന്നേറ്റവും സാധ്യമാവുകയില്ല. നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഏത് മഖ്ബറയിലെത്തിയാലും മറ്റാരും കാണാത്ത സ്വകാര്യമായ ഇബാദത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊങ്ങി പൊങ്ങി കൽബിലേക്ക് വരും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആത്മീയ ഭാവം തകർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. ഈ പിണക്കത്തിന്റെ ചൂരും ചുക്കാന്തിയും കൽബിലേക്ക് വരുമ്പോൾ പിന്നെ എവിടെയാണ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ആത്മീയമായ അർത്ഥം ലഭിക്കുക? ഖുർആൻ ഓതുന്നതിന്റെ, ദിക്ർ ചൊല്ലുന്നതിന്റെ, സ്വലാത്ത് ചൊല്ലുന്നതിന്റെ, പ്രാർത്ഥന നടത്തുന്നതിന്റെ, സുഹൃതങ്ങളുമായി സല്ലപിക്കുന്നതിന്റെ യഥാർത്ഥ മുഖം എങ്ങനെയാണ് ലഭിക്കുക? അതുകൊണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തു വെച്ച കൂലിക്ക് വേണ്ടി ഇന്ന് എന്റെ മജ്‌ലിസ് അവസാനിക്കുമ്പോ നിങ്ങളിൽ ഓരോരുത്തരും ഏതെങ്കിലും ആളുകൾ എനിക്ക്
എനിക്കറിവില്ല. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഏതെങ്കിലും ഒരുത്തർ എന്തെങ്കിലും കശപിശയുടെ പേരിൽ, മിക്കതും ദുനിയാവിന്റെ പേരിലായിരിക്കും, സത്യം ഒരു പക്ഷേ നമ്മുടെ പക്ഷത്തായിരിക്കും, എന്നാലും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് ഫഅജ്റുഹു അലല്ലാഹ്, അള്ളാഹു തരുന്ന കൂലിയുണ്ടല്ലോ, അത് ഉറപ്പാണ്. ഈ പറയുന്നത് അള്ളാഹുവല്ലേ, അള്ളാഹുവിന്റെ വചനമല്ലേ, അത് ഉറപ്പിച്ചുകൊണ്ട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്ഥിതി ഏറ്റെടുക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും സന്നദ്ധരാവണം. ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് ആ വിഷയം ഓർമ്മപ്പെടുത്തുന്നു. 25 വർഷമായി ഒരു സഹോദരി സഹോദരന്റെ വീട്ടിലേക്ക് പോയിട്ട് ബക്കറ്റ് വരുന്നുണ്ട്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു സമ്മാനമുണ്ട്, കവറ് വരുന്നുണ്ട്. നാളെ സമാപനമാണല്ലോ. മുമ്പൊക്കെ നൽകിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രവർത്തകന്മാരുടെ പദ്ധതികളും കാര്യങ്ങളും വിജയിപ്പിക്കാൻ നല്ല സ്വതക്കയും സംഭാവനയും ഇട്ട് നാളെ ആ കവറുകൾ തിരിച്ചേൽപ്പിക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് കവർ കൊടുക്കുന്നുണ്ട്. അതവര് നല്ല സംഭാവനകൾ, നല്ല മുറാദുകളൊക്കെ എഴുതി നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസാനത്തെ ദിവസമാണ്. ബാക്കിയുള്ള ആയത്തുകൾ കൂടി വിശദീകരിച്ചുകൊണ്ട് അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തും. 25 വർഷമായി സഹോദരന്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരു സഹോദരി, നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാകും, നമ്മളെ നാട്ടിൽ പാരാണങ്ങനെ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ? ഞങ്ങളെ നാട്ടിലെല്ലാം കൂട്ടിക്കൊള്ളും റാഹത്തായില്ല. ഇവിടുത്തെ അനുഭവം അല്ല ഞാൻ പറഞ്ഞു, പുറത്തുള്ളത്. 25 വർഷം ഇപ്പൊ മസ്ലഹത്ത് നടന്നുകൊണ്ടിരിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ചർച്ച നടന്നുകൊണ്ടിരിക്കണം, മസ്ലഹത്ത് നടന്നുകൊണ്ടിരിക്കണം. ഏകദേശം ചെറിയ ഒരു രമ്യതയിലേക്ക് എത്തി. ഇനി പൊട്ടലും ചുട്ടലൊന്നും ഇല്ലാതെ ഐക്യപ്പെടും. രണ്ടുപേരും നല്ലവരാന്ന് പറഞ്ഞാൽ നല്ല ദീനിച്ചിട്ടുള്ളവരാ, മോശക്കാരൊന്നുമല്ല, നല്ലവരാ, നല്ല കുടുംബങ്ങളാണ്, ദീനിന് എന്നും വേണ്ടപ്പെട്ടവരാണ്. അതല്ലേ രസം. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചു, അവർ കുറ്റപ്പെടുത്തൽ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇടയിലുണ്ടാവും നിസ്സാരമായ പ്രശ്നം. എന്താ നിസ്സാര പ്രശ്നം? ഒന്നുമല്ല, അതും മറന്നുപോയതാണ്. ആദ്യമായിട്ട് സഹോദരനൊരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിന്റെ കർമ്മങ്ങളിൽ ഒരു ശ്രേഷ്ഠമായ കർമ്മമാണല്ലോ അഖീഖ, മുടികളെ. അതിന് വിളിക്കാൻ വിട്ടുപോയി. അതാണ് വിഷയം. സംഗതി അതങ്ങനെ മറന്നുപോയതാണ്. അവൻ മറന്നുപോയതാന്ന് പറയുമ്പോ അപ്പുറത്ത് അങ്ങനെ കേൾക്കുന്നില്ല. കാരണം ബാക്കിയുള്ള സഹോദരിമാരൊക്കെ വന്നിട്ടുണ്ട്. അതാണ് അപ്പുറത്തുള്ളവർ കേൾക്കാത്തത്. ഈ സഹോദരി മാത്രമേ വരാത്തതുള്ളൂ. അദ്ദേഹം പറയുന്നത് എല്ലാവരെയും വിളിച്ചു എന്നാണ് എന്റെ ഓർമ്മ. വിട്ടുപോയത് എനിക്ക് ഓർമ്മല്ല, ഞാൻ അവരെയും വിളിച്ചു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ അവര് പറയുന്നു വിളിച്ചിട്ടില്ല, വിളിച്ചാൽ അവര് വരുന്നവരുമാണ്. ഈ ഒരു ചെറിയ വിഷയം. പക്ഷെ ഈ വിഷയം എങ്ങനെ എത്തിയിട്ടും അതൊന്ന് സുൽഹിലാകാനുള്ള ഒരു മനസ്ഥിതിയും മുന്നോട്ട് വന്നുകൊണ്ടല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു സുൽഹായി കൊടുക്കട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സ് തിരുത്തേണ്ടത്. അവിടെയാണ് ശരിക്കും ചിന്തിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും പലരും ഉസ്താദ് അപ്പറഞ്ഞ കഥ പോലൊന്നല്ല നമ്മളെ കഥ ഉസ്താദ് കേട്ടാൽ ആയത്ത് തിരിച്ചു പറയും. ഇല്ലട്ടോ, തിരിച്ചു പറയില്ല, ഒരു നിരക്കും മാറ്റി പറയൂല. തങ്ങൾ ഏതിനാ മുൻതൂക്കം കൊടുത്തത്? അങ്ങനെയൊക്കെ ഭാര്യമാരോട് തങ്ങൾ പ്രതികരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻതൂക്കം കൊടുത്ത സ്വന്തത്തിലും സഹോദരന്മാരിലും കുടുംബങ്ങളിലും ഒക്കെ എന്തിനാ? അഫു കൊടുക്കാൻ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഒട്ടകങ്ങൾ കൊടുത്തിരുന്നു നേരത്തെ. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ കല്യാണങ്ങളൊക്കെ ഉറപ്പിച്ച സമയത്ത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു 2 ഒട്ടകയേറ്റ് കാടിന്റെ കുന്നിന്റെ അടുത്ത് പോയി ഒട്ടകം നിർത്തിയിടും. നല്ല ചൊറുക്കുള്ള ഒട്ടകങ്ങളാണ്. ഈ ഒട്ടകത്തിന്റെ മേലെ കെട്ടുകണക്കിന് പുല്ലരിഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് അന്നത്തെ ജീവിതമാർഗം. ആ പുല്ല് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഈ പുല്ല് അന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന് വീട് മേയാനും, മറ്റൊന്ന് അവരവരുടെ വാഹനങ്ങളും ഉപകരണങ്ങളും മൂർച്ച കൂട്ടാൻ അത് കത്തിച്ചുകൊണ്ട് മൂർച്ച കൂട്ടുന്ന പണിക്കാർക്ക് അവർക്കും വിൽപ്പന നടത്തും. അങ്ങനെ കുറെ പണിക്കാരുണ്ട്. പ്രധാനമായും വീട് മേയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. വീടിനോടൊപ്പം ചെറിയ ആല വേണ്ടി വരും, ആടുകളെയും മറ്റൊക്കെ കെട്ടാൻ, അപ്പൊ അതിനും വേണ്ടി വരും. അതുപോലെ തന്നെ ചില ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ അതിനും വേണ്ടി വരും. ഇതിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളെയും കൂലിക്ക് കൂട്ടിയിട്ട് കുന്നിന്റെ മുകളിൽ കയറി പുല്ലൊക്കെ അരിഞ്ഞ് കെട്ടാക്കി കൊണ്ടുവന്ന്
സുബ്ഹാനല്ലാഹ്. താഴെ വന്ന് നോക്കുമ്പോ ഒട്ടകം ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ട്. ചോരയിൽ കുളിച്ച്. അലി റളിയല്ലാഹു അൻഹു കണ്ടപാട് സങ്കടപ്പെട്ടു പോയി, കരഞ്ഞുപോയി. കാരണം ഉപജീവന മാർഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരോട് അവിടുത്തേക്കുള്ള ഹുബ്ബ് അത് പറഞ്ഞാ തീരാത്തതാണ്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ചോദിക്കാതെ പരിഹരിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളൊരു മുഖത്തൊരു മാറ്റം കണ്ടാൽ തന്നെ മതി, അപ്പൊ തന്നെ ചോദിക്കും എന്താ വിഷമം, എന്നിട്ട് അത് ഉടനെ പരിഹരിക്കും. അത് പരിഹരിച്ചിട്ടേ ഞാൻ അടുത്ത പണിയുള്ളൂ. അത്തരത്തിൽ ഹുബ്ബ് വെക്കുന്ന സ്വഹാബത്തിൽ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഈ 2 വാഹനങ്ങൾ, 2 എണ്ണത്തിന്റെയും ഒട്ടകത്തിന്റെ പൂഞ്ഞ അരിഞ്ഞ് അതിന്റെ ശരീരത്തിന്റെ നല്ല ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ അരിഞ്ഞ് അത് രക്തത്തിൽ കുടിച്ചങ്ങനെ കിടക്കുന്നു. അപ്പൊ പരിസരത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ കുറച്ചാളുകൾ പറഞ്ഞു, അത് ആരുമല്ല, നിങ്ങളെ വാപ്പാന്റെ സഹോദരനാണ്, ഹംസത്ത് എന്നവരാണ്. അത് അവിടെ അന്ന് ഖംറ് ഹറാമാക്കിയിട്ടില്ല, നല്ലോണം കുടിച്ച് ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ പൊരിച്ച് തിന്നുണ്ട്. ആലോചിച്ചോക്കെ എന്തൊരു വിഷമാണ് ഇത്. ഹംസ റളിയല്ലാഹു അൻഹു പ്രേരിപ്പിച്ച കൂടെയുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ കുടിച്ച് ഇങ്ങനെ ഒരു മുറുക്കങ്ങനെ വന്നപ്പോ അവര് പറഞ്ഞു, അലായ ഹംസുലിശ്ശുറുഫിന്നവാ, ഓ ഹംസത്ത് എന്നോരെ, എനിക്ക് നിങ്ങൾ അല്ല ഉയർന്നു നിൽക്കുന്ന ഒട്ടകങ്ങൾ ഇങ്ങനെ എന്താ കാണാൻ ചുരുക്കി, ഒന്ന് മുറിച്ചാലോ? മുറിക്കലും കഴിഞ്ഞു. മുറിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴേക്ക് മുറിച്ചു. അലി റളിയല്ലാഹു അൻഹു എന്ത് പറയൂ? കാരണം അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലല്ല ഒന്ന്. ഇനി പറഞ്ഞാലും നേടൂല. കാരണം ബാപ്പാന്റെ സഹോദരൻ എന്നതിലപ്പുറം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശൂരത അത്രയും വലുതാണ്. ആരും അങ്ങനെ പെട്ടെന്ന് പറയൂല. അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ നേരെ ചെന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ സംഗതി എങ്ങനെ, ഇറച്ചി അങ്ങനെ തിന്നുന്നുണ്ട്, ഒട്ടകത്തിന്റെ കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പരിഹരിക്കാൻ വേണ്ടി പോയപ്പോ അപ്പൊ ശരിക്കും മസ്ത് മാറിയിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു വന്നവരോട് നബി തങ്ങളോട് അടക്കം ചോദിച്ചു, നിങ്ങൾ ആരാത് പറയാൻ? അൽ അൻതും ഇല്ല അബീദുല്ലി ആബായി, നിങ്ങളൊക്കെ എന്റെ ബാപ്പാന്റെ അടിമകളല്ലേ, പോയത് അവിടെ നിന്ന്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വിഷയം മനസ്സിലാക്കണം. ഇത് ഒരു രൂക്ഷമായ ഒരു അവസ്ഥയിലാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, കൂടുള്ളവരോട് ആരും ഒന്നും പറയണ്ട, കാരണം ഇപ്പോൾ അങ്ങോട്ട് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലല്ല നമുക്ക് പോകാം. ആ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട്, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരറ്റ് സ്നേഹിച്ച് തങ്ങളെ കൊണ്ട് വ്യക്തമായി ഷഹാദത്ത് കലിമ ചൊല്ലി കൂടെ പിന്തുണയുമായി നടക്കുന്നതിന്റെ കുറച്ച് മുമ്പ് മക്കയുടെ ഒരു സ്ഥലത്ത് വെച്ച്, ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തച്ചു. അബൂജഹൽ ഒരിക്കൽ അടിച്ചതൊരു പെണ്ണ് കണ്ടു. ആ പെണ്ണിനെ സഹിച്ചില്ല. ആ പെണ്ണ് നേരെ ഹംസത്ത് എന്ന് വിളിച്ചു ചെന്നു. അന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും അബൂജഹലൊക്കെ നല്ല കൂട്ടുകാരാ. ഇത് കേട്ടപ്പോ ഹംസത്ത് എന്നവർക്കൊരു നിലക്കും സഹിച്ചില്ല. അടിക്കേ, എന്ത് കാരണത്തിൽ? എന്റെ സഹോദരപുത്രന്റെ അടുത്ത് നിന്ന് അങ്ങനെ അടിക്കാൻ പറ്റിയ ഒരു കാരണം ഉണ്ടാവില്ല, 100% എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അബൂജഹലുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വലിയ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ വരവ് കണ്ടപ്പോഴേക്കിനെ പലർക്കും മനസ്സിലായി, ഇതൊരു നല്ല വരവല്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ വരവിൽ, നല്ല സ്പീഡിലാ വരുന്നത്. വന്നിട്ട് നേരെ അബൂജഹലിനോട് പൊക്കി ഒരൊറ്റ അടിയും കൊടുത്തു. ആളുകൾ അത്ഭുതപ്പെട്ടു. ഒരൊറ്റ അടി കൊടുത്തു. നീ എന്റെ സഹോദരൻ പുത്രനെ അടിക്കാൻ മാത്രമായോ എന്ന് ചോദിച്ചു. പ്രതികരിക്കുന്ന ആള് അബൂജഹൽ പക്ഷെ അനങ്ങിയില്ല. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞങ്ങളൊക്കെ നിങ്ങളൊപ്പാണ്, ഞങ്ങളൊന്നോ ആ നേതാവിനെ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളൊന്നോ നബിയാണ്, ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു അവസാനം പറഞ്ഞയച്ച നബിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതല്ലേ നിനക്കറിയേണ്ടത്, ഇനി മേലാൽ തൊട്ടുപോകരുത്. ഹംസ റളിയല്ലാഹു അൻഹു വലിയൊരു കാവലായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ ഹംസ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിൽ വലിയ സ്നേഹബന്ധമായിരുന്നു.
ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും അവർക്കിടയിൽ അസ്വാരസ്യത ഒന്നും ഉണ്ടാക്കാതെ അവരെ ഇണക്കി ചേർത്ത് കൊണ്ട് നടന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു കഴിവാണ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബാപ്പ മക്കൾക്കിടയിൽ, ഒരു വല്യുപ്പ അവരെ മക്കൾക്കിടയിൽ, ആണും പെണ്ണിനും ഇടയിൽ, പേരക്കുട്ടികൾക്കിടയിൽ, അമ്മാവന്മാർക്കിടയിൽ, അമ്മായികൾക്കിടയിൽ, ഇങ്ങനെ പരന്നു കിടക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ എവിടെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സുൽഹാക്കിയിട്ട് അഫൂ ചെയ്തു കൊടുക്കണം. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അങ്ങനെ അഫൂ ചെയ്തു കൊടുത്താൽ വരുന്ന ഗുണം എന്താണെന്നറിയോ? ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശത്രുതയുള്ളവൻ ആത്മമിത്രത്തെ പോലെയാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അതിന്റെ ഗുണം ലഭിക്കുന്നത് ആഖിറത്തിൽ മാത്രമല്ല ഇവിടെയുമുണ്ട്. ആ വിട്ടുവീഴ്ചയുടെ ഗുണം ഇവിടെയും കിട്ടും. സഹോദരന്മാരെ, ആഖിറത്തിൽ ജനങ്ങൾക്കിടയിൽ വെച്ച് വലിയ ലെവലിൽ അന്തസ്സോടെ കടന്നു പോകാനുള്ള കഴിവ് ലഭിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരാളെപ്പറ്റി പരാതിയുമായിട്ട് വരുന്ന ആളുകളോടൊക്കെ ഈ രൂപത്തിലാ മറുപടി പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ അരുമ ശിഷ്യൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ ശിഷ്യൻ അബ്ദുസ്സമദ് ബിൻ യസീദ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, ഇദാ അതാക റജുലുൻ യഷ്കൂ ഇലൈക റജുലൻ, നിന്റെ അടുത്തേക്ക് ഒരാൾ മറ്റൊരാളെ പരാതിയുമായിട്ട് വന്നാൽ, അയാൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, കേസുമായിട്ട് വന്നാൽ നീ ആദ്യം പറയേണ്ടത് യാ അഖീ ഉഫു അൻഹു, സഹോദരാ വിട്ടുകൊടുത്തേക്കണം. ഫഇന്നൽ അഫ്വ അഖ്റബു ലിത്തഖ്വാ, വിട്ടുവീഴ്ചയാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്തത്. അതുകൊണ്ട് നീ അങ്ങ് വിട്ടുകൊടുത്തേ എന്ന് പറയണം. അപ്പോൾ ആ മനുഷ്യനെങ്ങാനും നിന്നോട് പറഞ്ഞാൽ ലാ യഹ്തമിലു ഖൽബി അൽ അഫ്വ, ഇത് പറയാനാ ഞാനിത് പറഞ്ഞത്, എന്റെ കൽബ് ഒരിക്കലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ എന്റെ കൽബ് ഒരുക്കമല്ല, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അയാൾ പറഞ്ഞതല്ലെങ്കിൽ ചെയ്തത്. അങ്ങനെ ഒരു പക്ഷേ വേദന കൊണ്ട് പറഞ്ഞാൽ നീ പറയണം ഇൻതസിർ കമാ അമറനില്ലാഹു അസ്സ വജൽ, എന്നാ നിനക്ക് കഴിയും പോലെ അല്ലാഹു കൽപ്പിച്ചതുപോലെ നീ അങ്ങ് പ്രതികാരമെടുത്തോ. എന്നിട്ട് നീ ചോദിക്കണം ഇൻ കുന്ത തുഹ്സിനു അൻ തൻതസിർ, നല്ല നിലക്ക് പ്രതികാരം എടുക്കാൻ നിനക്ക് കഴിയോ? ഇല്ല എന്നാണ് വീണ്ടും പറയുന്ന മറുപടിയെങ്കിൽ പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ടത് ഫർജി ഇലാ ബാബിൽ അഫ്വി, എന്നാൽ വിട്ടുവീഴ്ചയുടെ അധ്യായത്തിലേക്ക് തന്നെ മടങ്ങണം. ഫഇന്നഹു ബാബുൻ വാസിഉൻ, അതിവിശാലമായ ഒരു അധ്യായമാണ്, ഒരു കവാടമാണ്. വസ്വാഹിബുൽ അഫ്വി, വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യൻ യനാമു അലാ ഫിറാശിഹി ബില്ലൈൽ, സുഗമമായി വിരിപ്പിൽ രാത്രി കിടന്നുറങ്ങുന്നു, അസ്വസ്ഥതകളൊന്നുമില്ല. വസ്വാഹിബുൽ ഇന്തിസാർ, പ്രതികരിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവനോ യുഖല്ലിബുൽ ഉമൂർ, അവൻ കാര്യങ്ങൾ മാറി മറിച്ച് ചിന്തിക്കുകയാണ്, ഉറക്കം അവന് വരുന്നില്ല. എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ചിന്തിച്ച് എപ്പോഴും ബേജാറിലാണ്, പരിഭ്രാന്തിയിലാണ്. ഏതാ വേണ്ടത് എന്ന് ചോദിക്കണം. അഫൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അഫൂ ചെയ്യാൻ പറയണം. സഹോദരങ്ങളെ, അപ്പോൾ ആ അഫൂവിന് വലിയ സ്ഥാനമുണ്ട്, അതിന് സുന്ദരമായ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വീകരിച്ച ശൈലി, ഏറ്റവും പ്രധാനപ്പെട്ട ശൈലിയും അതാണ്. ഇന്നലെയും അതിന്റെ കുറച്ച് വിഷയങ്ങൾ നാം പറഞ്ഞു. ഖുർആൻ പറയുന്നു, അങ്ങനെ ആരെങ്കിലും ക്ഷമിച്ച് പൊറുത്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ കഴിവുള്ളവൻ, പൊറുക്കാൻ കഴിവുണ്ട്, ക്ഷമിക്കാനും കഴിവുണ്ട്, അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം? ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അയാൾ നല്ലോണം മനക്കരുത്തുള്ള ആളാണ്. ചെറിയ ക്ഷമയൊന്നുമല്ല അയാളെ ക്ഷമ. അയാളെ ക്ഷമ കൊണ്ട് അയാൾ എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു മേഖലയും ഇല്ല. അയാളുടെ ആ വിട്ടുവീഴ്ച കൊണ്ട് അയാൾക്ക് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ ഹസനുൽ ബസരി റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് മറ്റൊരാളെ ചീത്ത പറഞ്ഞു. ചീത്ത കേൾക്കുന്ന ആൾ അവിടെയുണ്ട്. അയാൾ അങ്ങനെ കേൾക്കുന്നു. യക്ലിമു, അയാൾ കടിച്ചു പിടിക്കുന്നു.
വയറഖൂ അയാൾ വിയർത്തൊലിക്കുന്നു. പ്രതികരിക്കാൻ കഴിവുണ്ട്, പക്ഷേ അയാൾ പിടിച്ചു വെക്കുകയാണ് ശരീരത്തെ. അയാൾ കേട്ടിട്ട് ചൂട് കൂടിയിട്ട് ശരീരം ഇങ്ങനെ വിയർത്തൊലിക്കുന്നുണ്ട്. വിയർപ്പയാളെങ്ങനെ തടവി തുടച്ച് നീക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആ സദസ്സിൽ നിന്ന് ഈ ആയത്ത് മോദിയിട്ട് അയാൾ അങ്ങ് എണീറ്റു. തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടല്ല കേട്ടോ. അള്ളാഹു പറഞ്ഞത് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ നല്ല മനക്കരുത്തും നിശ്ചയദാർഢ്യവും ഉണ്ട് എന്നതിന്റെ തെളിവാണല്ലോ. നിന്നോട് തിരിച്ചു പറയാനും പുറത്തു തരാതിരിക്കാനും കഴിവുണ്ട്, എന്നിട്ടും ഞാനത് സ്വീകരിക്കുന്നത് നീ അങ്ങ് പറയുമ്പോഴേക്ക് പതറിപ്പോകുന്ന മനസ്സല്ല എന്റെ മനസ്സ്. പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ഓതിയിട്ട് എണീറ്റപ്പോ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അഖലഹാ വല്ലാഹി വഫഹിമഹാ. ആ ആയത്ത് ശരിക്കും ഉൾക്കൊണ്ടൊരു മനുഷ്യനാണ്. ആ ആയത്തിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട് സ്വീകരിച്ചൊരു മനുഷ്യനാണിത്. ഇത് ജാഹിലൂൻ, വിവരമില്ലാത്തവർ പലരും ഈ ആയത്തിനെ പുറന്തള്ളിയപ്പോൾ, വലിച്ചെറിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം ആ ആയത്ത് സ്വീകരിച്ചു, ആ ആയത്തിന്റെ അർത്ഥം സ്വീകരിച്ചു. അവിടെ ക്ഷമിക്കുക, പൊറുക്കുക, നമ്മളിൽ ഓരോരുത്തരിലും ജീവിതത്തിൽ അത് വരും. ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്ഥിതി അള്ളാഹു ഏറ്റി തരട്ടെ. ഞാൻ അങ്ങനത്തെ ഒരു ആണെങ്കിൽ പതറിപ്പോകൂല, പെട്ടെന്ന് അയാളെ തളച്ചിടാനും കഴിയില്ല. കാരണം നല്ല ഉറപ്പുള്ള മനസ്സാണ്. അല്ലാതെ പറഞ്ഞതിനനുസരിച്ച് കുറെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നുമല്ല പറയാ, അതല്ല. പിന്നെയോ നിങ്ങൾ കണ്ടില്ല, ഹസൻ ബസീർ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ ഈ മനുഷ്യന് പറയാൻ എമ്പാടും കഴിയും. പറഞ്ഞാൽ ഹസൻ ബസരി തങ്ങൾ എതിർക്കൂല. കാരണം മഹാനവറുകൾക്കും അറിയാലോ ഈ ആയത്ത് അറിയാമല്ലോ. ഏതായത്ത്? വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസുറൂൻ എന്ന ആയത്തറിയും, അതിന്റെ തഫ്സീറും അറിയും. അയാൾ പറഞ്ഞതിന് പ്രതികാരം ചെയ്യല്ലേ, പറഞ്ഞോട്ടെന്ന് പറയും. പക്ഷേ അതിനേക്കാളും ഉത്തമമായി കണ്ടത് ഈ മാപ്പ് കൊടുക്കലും ക്ഷമിക്കലും ആയതുകൊണ്ട് അതിനാണ് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത്, ഉൾക്കൊള്ളാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന നല്ല മനസ്സാണ് ഇയാളെ മനസ്സ്. പലരും ഈ ആയത്ത് ഓതുന്നുണ്ട്, പക്ഷേ ആ ആയത്തിന്റെ കടമ്പ് മനസ്സിലാക്കുന്നില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയല്ല, ചീത്ത അങ്ങനെ പറയുവാണ്, ചീത്ത എഴുതിവിടും. എന്താണ് കാര്യമെന്നറിയാതെ, അറിഞ്ഞിട്ടും ചിലപ്പോൾ ചിന്തിക്കാതെ ചീത്ത പറയും. ചീത്ത പറയുമ്പോ അവർ പറയുന്ന ചീത്തല്ലേ, ഫോണിലൂടെ കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി, ഒന്നും പറയണ്ട. അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ, നമ്മളെയും നിങ്ങളെയും നന്നാക്കട്ടെ എന്ന് വേറെ കട്ടാക്കി. പിന്നെയും ചീത്ത വിളിക്കും. എത്ര ആലിമീങ്ങൾ അങ്ങനെ ചീത്ത വിളിച്ചവരുണ്ട്. ചിലരൊക്കെ ഫോണിന്റെ ഉപയോഗം തന്നെ മാറ്റി വെച്ചിരുന്നു കുറച്ചു കാലം, സത്യമായി തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥയെ ഞാൻ പറഞ്ഞത്, ഒരുപാട് ചീത്ത, ഇതിനൊന്നും കയ്യും കണക്കൂല. ആ ചീത്ത വിളിച്ചിനൊരു കണക്കൂല. അവരവർക്ക് ബോധ്യപ്പെട്ട സത്യം ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാ പറഞ്ഞത് മസ്അലാടിസ്ഥാനത്തിൽ എടുത്തു പറഞ്ഞതിന്റെ പേരിലാണ് ഈ കേൾക്കുന്ന ചീത്ത മുഴുവൻ. ആരുടെയും പക്ഷം ചേർന്ന് പറഞ്ഞതല്ല, അവരവർക്ക് ബോധ്യപ്പെട്ട വിഷയം കിതാബിൽ നിന്ന് ഇങ്ങനെയാണ് കണ്ടത്, അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു. അതിന്റെ പേരിൽ ആരാണ് ഈ ചീത്ത പറയുന്ന ആളുകൾ, പറയപ്പെടുന്ന ആളുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരാരാ? അവരേതെല്ലാം കിതാബുകൾക്കാണ് ഖിദ്മത്ത് ചെയ്യുന്നത്, എന്തെല്ലാമാണ് അവർ ഓതിക്കൊടുക്കുന്നത്, ഹിഫ്ലാക്കുന്നത്. ഈ ചീത്ത വിളിക്കുന്ന ആൾക്ക് എന്ത് ഹിഫ്ലുണ്ട്, എന്തറിയും? പക്ഷെ എന്നിട്ടും തിരിച്ചവർ പറയാത്തത് ഭാഷ അറിയാത്തത് കൊണ്ടോ വാക്കുകൾ ലഭിക്കാത്തത് കൊണ്ടോ അല്ല. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവൻ, അവന് വല്ലാത്ത നിശ്ചയദാർഢ്യവും നല്ല മനക്കരുത്തും നല്ലവണ്ണം മുന്നോട്ടു പോകാനുള്ള കഴിവും ഉള്ള ആളാണ് എന്ന്, അതിന്റെ അടയാളമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിപ്പറഞ്ഞല്ലോ. ആ വിഷയത്തിലാണ് അതിവിടെ മാത്രമല്ല. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോടും കൊടുത്ത നിർദ്ദേശം അങ്ങനെയാണ്.
അതിലും ഉണ്ട് ആ തരത്തിലുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശം സ്വീകരിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിലൊന്നും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ശേഷം അല്ലാഹു തആല പറയുന്നത് യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ മറ്റൊരു വഴിക്ക് തിരിയേണ്ടി വന്നവൻ, വഴി പിഴച്ചു പോകേണ്ടി വന്നവൻ, ഫമാലഹു മിൻ വലിയരത്ത് അക്രമികളെ കാണാം. ആ അക്രമികൾ രണ്ടായി വിവക്ഷിച്ചിട്ടുണ്ട് ഖുർആൻ മുഫസ്സിറുകൾ. ഒന്ന് സത്യനിഷേധികൾ തന്നെ, മറ്റൊന്ന് ഈ ഉമ്മത്തിലെ ആസീൻ ദോഷികൾ. രണ്ടു കൂട്ടരും അദാബ് കാണുമ്പോ യഖൂലൂന അവർ പറയും ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ, ദുനിയാവിലേക്ക് മടങ്ങിപ്പോകാൻ വല്ല മാർഗവുമുണ്ടോ? എന്നിട്ടൊന്ന് നന്നായി തിരിച്ചു വരാനാണ്. വിശ്വസിക്കാത്തവർ പറയുന്നത് വിശ്വസിച്ച് തിരിച്ചു വരാനാണ്. തെറ്റുകാര് പറയുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്ത് നന്നായി വരാനാണ്. അള്ളാഹു പറയുന്നു വതറാഹും യുറദൂന അലൈഹാ ഖാശീന മിനദ്ദുൽ, അവരങ്ങൾക്ക് കാണാം നരകത്തിന്റെ സമീപത്ത് അവരെ കൊണ്ടുവന്ന് നിർത്തുമ്പോ, നരകം അവർക്ക് മേൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ ഖാശീന മിനദ്ദുല്ലി, അപമാനത്തിനാൽ വളരെ അധികം വിനയത്തോടെ, അതേ താഴ്മയോടെ, ഒരു പ്രതികരണവുമില്ലാതെ താഴ്ന്നു നിൽക്കുന്നത് കാണാം. കണ്ടാൽ തോന്നും സാധുവാണ് എന്ന്. ഖാശീന മിനദ്ദുല്ലി, ഇളിഭ്യത കൊണ്ട്, നിസ്സാരത കൊണ്ട് താന്നുപോയതാണ്, തഖ്വ കൊണ്ട് താന്നതല്ല, അള്ളാഹുവിനെ ചിന്തിച്ച് വിനയപ്പെട്ടതല്ല. യൻദുറൂന മിൻ ത്വർഫിൻ ഖഫീ, ഒളിക്കണ്ണിലൂടെ പതുക്കെ നരകത്തിലേക്ക് അവർ നോക്കും. നേർക്ക് നേരെ നോക്കാൻ പേടിയാണ്. ചില മഹാന്മാർ ഉദാഹരണം പറഞ്ഞത്, വാളും പിടിച്ച് ആരാച്ചാറ് വിധി പറയുമ്പോ ആ വാളിലേക്ക് കുറ്റവാളി ഒളിഞ്ഞു നോക്കും പോലെ, രഹസ്യമായ കണ്ണുകൊണ്ട് നോക്കും പോലെ, മുന്നിൽ കാണുന്ന നരകത്തിലേക്ക് നേർക്ക് നേരെ നോക്കാൻ കഴിയാതെ യൻദുറൂന മിൻ ത്വർഫിൻ ഖഫീ, ഒളിക്കണ്ണിലൂടെ പതുക്കങ്ങനെ നോക്കുകയാണ്. കൺപോളകൾ തന്നെ അനക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അവർ കൺപോളകൾ നോക്കുന്നുണ്ടോ, ചലിപ്പിക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. അങ്ങനൊരു നോട്ടം നോക്കുന്നു നരകം കാണുമ്പോ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വിശ്വാസികളോ, അവർ സ്വർഗത്തിലെത്തിയാൽ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഖ്ലീഹിം യൗമൽ ഖിയാമ, യഥാർത്ഥ പരാജിതര് ദുനിയാവിൽ മക്കളും കുടുംബവും സ്വത്തുമൊക്കെയുണ്ടായി നല്ല ജീവിതം നയിച്ചവരാണ്. പക്ഷേ ആഖിറത്തിലെത്തുമ്പോ സ്വന്തം ശരീരം പരാജയപ്പെട്ടുപോയി, കുടുംബം പരാജയപ്പെട്ടുപോയി, ആരും സംരക്ഷണത്തിൽ വരുന്ന അവസ്ഥയിലല്ല. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഖ്ലീഹിം, സ്വന്തം ശരീരവും കുടുംബവും ഒക്കെ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട് പരാജയം സംഭവിച്ചു പോയി. യൗമൽ ഖിയാമ, ആ കൂട്ടത്തിൽ സഹോദരങ്ങളെ, ഇവിടെ ജീവിച്ച കൂടെ നടന്ന കൂട്ടുകാരുണ്ട്. നല്ല നിലക്ക് നടക്കണമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ബാപ്പ ഉപദേശിച്ചിട്ടുണ്ട്, ഉമ്മ ഉപദേശിച്ചിട്ടുണ്ട്, കൂട്ടുകാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദീനീ പ്രവർത്തകന്മാർ ഇടക്കിടക്ക് ഉണർത്താറുണ്ട്, പഠിപ്പിച്ച അധ്യാപകന്മാർ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് ടീച്ചർമാര് ഉപദേശിച്ചിട്ടുണ്ട്, കാരണവന്മാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിശ്വാസ കർമ്മരംഗങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന് താന്തോന്നിയായി ജീവിച്ച, നാട്ടിൽ കുടുംബവും മക്കളുമൊക്കെയായി സെറ്റപ്പോടെ കഴിയുന്ന ഈ ഉമ്മത്തിലെ ദോഷികളും ഉണ്ട്. ഞാൻ എന്റെ വക പറഞ്ഞ തഫ്സീറല്ല, ഇമാം ഇസ്മായിൽ ഹിഖി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നതാണ്. വെറും സത്യനിഷേധികളാണെങ്കിൽ നമുക്കിത്ര പേടിക്കേണ്ടതില്ല. അൽ ആസീന മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ദോഷികളും ആ കൂട്ടത്തിലുണ്ട്. നരകം കാണുമ്പോ
ചുളിഞ്ഞ കണ്ണോടെ നരകത്തിലേക്ക് അവർ നോക്കുന്നു. അപമാനം മൂലം, നിസ്സാരത മൂലമാണ്. സ്വർഗക്കാര് സ്വർഗത്തിലെത്തിയിട്ട് അവരുടെ ഭയപ്പാടും വിഷമവും കാണുമ്പോ പറയുന്ന വാക്കാണ് ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഖ്ലീഹിം യൗമൽ ഖിയാമ. യഥാർത്ഥ നഷ്ടം സംഭവിച്ചവര് ദുനിയാവിൽ മക്കളൊക്കെ മരിച്ചുപോയിട്ട് നഷ്ടം സംഭവിച്ച ആളല്ല. സമ്പത്ത് എങ്ങനെയോ ആരോ തട്ടിപ്പറിച്ചിട്ട് വിഷമം അനുഭവിച്ച ആളല്ല. ആഖിറത്തെ അക്രമികൾ ഫീ അദാബിൻ മുഖീം, നിലനിൽക്കുന്ന ശിക്ഷയിലാണ്, തുടരെ തുടരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയിലാണ്. വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാഹ്, അവർക്കൊരു സഹായിയും ഇല്ല. ശിക്ഷ ഉയർത്തിക്കൊടുക്കാൻ അള്ളാഹുവിനെ കൂടാതെ തടഞ്ഞു നിർത്താൻ ഒരു സഹായവുമില്ല. ദുനിയാവിൽ അവർ പ്രതീക്ഷിച്ച കണക്കിന് ദുനിയാവിൽ അവർക്കൊരു അപകടം സംഭവിച്ചപ്പോൾ എത്ര ആളുകൾ ഓടി വന്നിരുന്നു. അവര് ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോൾ നാട്ടിലെ കുടുംബക്കാര്, കൂട്ടുകാര്, ജോലിയിൽ കൂടെയുള്ളവർ പലരും വന്നിരുന്നു. ഇപ്പോൾ കൂടെ ആരുമില്ല. ഹസ്ബമാ കാനൂ യർജൂന ദാലിക ഫിദ്ദുനിയാ, ദുനിയാവിൽ അവർ പ്രതീക്ഷിച്ചതിന്റെ പരിഗണന വെച്ച് നോക്കുമ്പോ ഇവിടെയും ഇഷ്ടം പോലെ ആളുകൾ വരണം, ഇവിടെ ആരും വരുന്നില്ല. ആര് വരാനാണ്? വമയ്യുള്ളിലില്ലാഹു ഫമാലഹു മിൻ സബീൽ, രക്ഷയുടെ വഴിയിലേക്ക് പോകുന്നതിന് പകരം അതേ മിഥ്യയുടെ വഴി സ്വീകരിച്ചാൽ അവന് പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, ഒരു പഴുതും ഇല്ല. അല്ലാഹു സ്വാലിഹീങ്ങളിൽ നമ്മെ ചേർത്തി തരട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ പെട്ട ഒരു മനുഷ്യൻ സിദ്ദീഖ് തങ്ങളെ ചീത്ത പറയാൻ വേണ്ടി അടുത്തേക്ക് വന്നു. ഈ സംഭവം മുഴുവൻ ഖുർആൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖുർത്തുബി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസ്മായിൽ ഹിക്കി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നു. ഒരു മറുപടിയും സിദ്ദീഖ് തങ്ങൾ കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരി തൂകിയിരിക്കുകയാണ്. ആ മുനാഫിക്കായ മനുഷ്യൻ പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു തുടങ്ങി. മറുപടി തുടങ്ങിയ ഉടനെ ഫഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റങ്ങ് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറച്ചിൽ നിർത്തിയിട്ട് പിന്നാലെ പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാദാമ യസുബ്ബുനി കുന്ത ജാലിസാ, എന്നെ ചീത്ത പറയുമ്പോഴൊക്കെ തങ്ങൾ അവിടെ ഇരിക്കുന്നിരുന്നല്ലോ. ഫലമ്മ അജബ്തുഹു ഖുംത, ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് തങ്ങൾ എണീറ്റ് പോയല്ലോ. എന്താ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്ന മലക്കൻ കാന യുജീബുഹു അൻകാ, നിനക്കൊരു മറുപടി ആയിട്ടൊരു മലക്കവിടെ മറുപടി പറയുന്നത് ഞാൻ കാണുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ആ മുനാഫിക്കിനോട് പറഞ്ഞതിന് ഓരോന്നിനും ഒരു മലക്കങ്ങനെ ജവാബ് കൊടുക്കുന്നുണ്ട്. ഫലമ്മ അജബ്തഹു, നിങ്ങൾ ഉത്തരം പറയാൻ തുടങ്ങിയപ്പോ ദഹബൽ മലക്കു വജാഅ ശൈത്താൻ, മലക്ക് പോയി, പിന്നെ ശൈത്താൻ വന്നു. ശൈത്താൻ വന്നിരിക്കുമ്പോ പിന്നെ ഞാൻ അവിടെ എന്തിനായിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയതാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്തിട്ട് സുൽഹിലായി ജീവിച്ചാൽ അവനുള്ള കൂലി അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അത് ചെറിയ കൂലിയല്ല, അതിന്റെ കണക്ക് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ചത് കൊടുക്കുന്ന ആ കൂലി മഹ്ശറിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അതേ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് വിചാരണയും ഒന്നും നേരിടാതെ സിറാത്ത് വിട്ടുകിടക്കാനുള്ളൊരു കഴിവ്, അത് ചെറിയൊരു കഴിവല്ല. ദുനിയാവിൽ വെച്ച് നേടിയെടുക്കേണ്ട, ഉണ്ടാക്കിയെടുക്കേണ്ട, ക്ഷമിച്ചും സഹിച്ചും സ്വീകരിക്കേണ്ട ഒരു കഴിവാണ്. ആഖിറത്തിലെത്തിയിട്ട് ഓശാരമായി കിട്ടുന്ന ഒന്നല്ല.
ഇവിടെ വെച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ രൂപത്തിൽ പാകപ്പെടുത്തിയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അതിനു പുറമേ അല്ലാഹു തആല കൊടുക്കുന്നത് ധാരാളമുണ്ട്. എത്രയാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ സ്വഭാവങ്ങൾ സ്വീകരിച്ച് നല്ലവണ്ണം ക്ഷമിച്ചും പൊറുത്തും നല്ല നിശ്ചയദാർഢ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ അതിന് പാകപ്പെടുത്തി തരട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കട്ടെ.